സോ വെൽക്കം ബാക്ക് എവരി വൺ. അപ്പോൾ നമ്മളിന്ന് വന്നിരിക്കുന്നത് ലാസ്റ്റ് വീഡിയോയിൽ പറഞ്ഞ പോലെ ഒരു വെർണയായിട്ടാണ്. ഇത് 2024 മോഡല് 1.5 ടർബോ പെട്രോളാണ്, DCT ഗിയർ ബോക്സ് വരുന്നത്. അപ്പോൾ നമുക്ക് വെർണയുടെ കാര്യങ്ങൾ പറയുമ്പോൾ നമുക്ക് ഫസ്റ്റ് ഇന്ത്യയിൽ ആദ്യം വെർണ വന്ന കാലം തൊട്ട് പറയാം. 2006 വെർണ ഫസ്റ്റായിട്ട് ഇന്ത്യയിലേക്ക് വരുന്നത്. അപ്പോൾ 2006 വരുമ്പോൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാം, വെർണയ്ക്ക് മുന്നേ ഹുണ്ടായുടെ ഒരു സെഡാൻ എന്ന് പറഞ്ഞിട്ടുണ്ടാകുന്നത് ആക്സെൻ്റ് ആണ്. അപ്പോൾ ആക്സെൻ്റ് കഴിഞ്ഞിട്ട് അവർ ഇറക്കിയ ഒരു മോഡലാണ് 2006 വെർണ എന്ന് പറഞ്ഞ മോഡൽ. രണ്ട് എഞ്ചിൻ ഓപ്ഷൻ ഉണ്ടായിരുന്നു. അത് 1.5 CRD എഞ്ചിനും ഉണ്ടായിരുന്നു, പിന്നെ ഒരു 1.6 ലിറ്ററിൻ്റെ പെട്രോൾ എഞ്ചിനും ഉണ്ടായിരുന്നു. ഇത് രണ്ടും നല്ല ഗംഭീര എഞ്ചിൻ തന്നെയായിരുന്നു. അതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആക്സെൻറ്റിൽ നിന്ന് വെർണയിലേക്ക് വന്നപ്പോഴുള്ള വ്യത്യാസം എന്ന് പറഞ്ഞാൽ അവർ എൻജിൻ ബ്ലോക്ക് വ്യത്യാസമാക്കി. ഒരു അലൂമിനിയം മെറ്റൽ ബ്ലോക്കാണ് അവർ കൊണ്ടുവന്നത്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ആദ്യം കാസ്റ്റേണായിരുന്നു. അപ്പോൾ കാസ്റ്റേൺ വരുമ്പോൾ തന്നെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര വെയിറ്റ് ആയിരിക്കും. അപ്പോൾ ഈ അലൂമിനിയം ആയപ്പോൾ വെയിറ്റ് കുറയുമ്പോൾ തന്നെ ബെറ്റർ ഒരു എഫിഷ്യൻസി ആവും. വണ്ടിക്ക് കുറച്ചുകൂടെ എന്താ പറയണേ, എഞ്ചിൻ്റെ ആ വെയിറ്റ് പറയുമ്പോൾ സസ്പെൻഷനും കുറച്ചുകൂടെ ഹാൻഡ്ലിങ് കിട്ടും. അപ്പം അങ്ങനെയുള്ളൊരു കുറേ വ്യത്യാസങ്ങൾ വന്നു. എഞ്ചിൻ ബ്ലോക്കിൽ വ്യത്യാസം വന്നു. പിന്നെ ഡീസൽ എഞ്ചിനിൽ ടർബോ ഉണ്ടായിരുന്നു. ടർബോ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേരിയബിൾ ജോമെട്രി ടൈപ്പ് ടർബോ വന്നു. നോർമൽ ടർബോയിൽ നിന്ന് വ്യത്യാസമുണ്ട്. അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ലോവർ RPM-ലാണെങ്കിലും ആ ടർബോ സ്പൂൾ ആവാനും അപ്പോൾ കുറച്ചുകൂടെ ഒരു ബെറ്റർ ആയിട്ടുള്ളൊരു എഫിഷ്യൻസി അതിന് ഉണ്ടായിരുന്നു. 2006 ഫസ്റ്റ് ജനറേഷൻ വെർണ വരുന്നത്. അപ്പോൾ ആ മോഡലിൽ തന്നെ ഒരു ഫേസ് ലിഫ്റ്റിങ്ങിനെ വന്നായിരുന്നു ലാസ്റ്റ്. ആ മോഡല് മറ്റേ പുതിയ വെർഷൻ ഇറങ്ങുന്നതിന് മുമ്പ്, അതായത് ഫ്ലൂയിഡ്ക്ക് വന്നതിന് മുമ്പ് 2006 മോഡലിൻ്റെ തന്നെ ഒരു ഫേസ് ലിഫ്റ്റിങ്ങിനെ വന്നായിരുന്നു. അപ്പോൾ അതിൽ ഫേസ് ലിഫ്റ്റിൽ വന്നപ്പോഴും കുറച്ച് കോസ്മെറ്റിക്കലി ഉള്ള ബമ്പറിലും ഹെഡ്ലൈറ്റിലൊക്കെ ഉള്ള മനസ്സിലായി. എഞ്ചിൻ ഓപ്ഷൻസിലൊന്നും വലിയ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. ആ സെയിം എഞ്ചിൻ ആയിരുന്നു. അത് കഴിഞ്ഞിട്ട് വരുന്നതാണ് ഫ്ലൂയിഡിക് വെർണ. അതെല്ലാവരുടെ ഒരു ഇഷ്ടപ്പെട്ട മോഡലാണ്. എൻ്റെ ഏറ്റവും ഫേവറേറ്റ് അതാണ്. അതൊരു ഭയങ്കര എയറോഡൈനാമിക്കലി നല്ല രസമാണ് വണ്ടി കാണാനായിട്ട്. അപ്പോൾ 2011 ആ ഫ്ലൂയിഡിക് വെർഷൻ വെർണ വരുന്നത്. അതെല്ലാവരുടെ ഒരു ഫേവറേറ്റ് ചോയ്സാണ്. സ്റ്റിൽ എനിക്കിപ്പോഴും വെർണ എന്ന് പറയുമ്പോൾ ആ ഒരു മോഡലാണ് എൻ്റെ മനസ്സിലേക്ക് എപ്പോഴും വരുന്നത്. അതെ, എൻ്റെ മനസ്സിലേക്ക് വെർണ എന്ന് പറയുമ്പോൾ അതാണ്. അതിന് മുന്നേ ഉള്ളത് ഇപ്പോഴും ആൾക്കാർ ഉപയോഗിക്കണം കാണാറുണ്ട്. പക്ഷെ സ്റ്റിൽ അത് കഴിഞ്ഞിട്ടൊരു വെർണ ഇറങ്ങിയായിരുന്നു. പക്ഷെ എനിക്ക് പെട്ടെന്ന് അത് ഓർമ്മ വരില്ല. ഈ വെർണ അത് എന്താണെന്നറിയില്ല, ഡിസൈൻ ഭയങ്കര ഒരു ഭംഗിയാണ്. അതെ, അതും ഇതുപോലെ തന്നെ ഒരു 2 എഞ്ചിൻ ഓപ്ഷൻ ആയിരുന്നു. 1.4 പിന്നെ ഒരു 1.6 രണ്ടിലും ഉണ്ടാകുന്നു. പെട്രോളും ഡീസലും. അതെ, 1.4 1.6 വെച്ചിട്ടുണ്ടായിരുന്നു. പറഞ്ഞു കഴിഞ്ഞാൽ ആ ടൈമിലൊക്കെ എന്നൊക്കെ പറഞ്ഞാൽ എല്ലാ ഇഷ്ടം പോലെ എഞ്ചിൻ ഓപ്ഷനാണ് കൊടുത്തോണ്ടിരുന്നത്. ഏത് വണ്ടികൾ എടുത്തു കഴിഞ്ഞാലും ഏതെങ്കിലും ഒരു 2 എഞ്ചിൻ ഓപ്ഷൻ, അതിൽ തന്നെ പെട്രോളും ഡീസലും. അപ്പോൾ അതൊക്കെ ഭയങ്കര ഒരു കാലഘട്ടമായിരുന്നു. ഇപ്പം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് എല്ലായിടത്തും പെട്രോൾ മാത്രമേ ഉള്ളൂ. ഇപ്പം പിന്നെ പെട്രോൾ ആവണ അവസ്ഥയിലേക്ക്. എല്ലാ ഡീസൽ ഇല്ലല്ലോ. ഇപ്പൊ ഡീസൽ ആകെ ഒരു ടൊയോട്ട ഇറക്കുന്നുണ്ട്. അല്ല, ടൊയോട്ടയില് സെഡാനില്ലല്ലോ. അതല്ല, ഇപ്പൊ ഫ്ലൂയിഡിക്ക് കഴിഞ്ഞിട്ട് പിന്നെ വന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു വേറൊരു വർഷം വന്നിട്ടുണ്ട്. ഓൾമോസ്റ്റ് സിമിലർ ആണ് ലുക്ക്, പക്ഷെ ഒരു കോമ്പാക്ട്. ഫ്ലൂയിഡിക്കിന്ന് കുറച്ച് മാറ്റം ഉണ്ട്. അത് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫ്രണ്ട് ഗ്രില്ല് എല്ലാം വ്യത്യാസമുണ്ട്. ആ ഷേപ്പ് നല്ല വ്യത്യാസം ഉണ്ട്. ഒതുക്കിയ പോലെ ഒതുക്കിയെന്ന്. പക്ഷെ ഫ്ലൂയിഡിക്ക് എന്താണെന്നറിയില്ല, എല്ലാവരും മനസ്സിലിങ്ങനെ പിടിച്ചു പോകും. ഫ്ലൂയിഡിക് വെർഷൻ എന്ന് പറയുമ്പോൾ ഭയങ്കര ഒരു ഭംഗിയും എല്ലാ രീതിയിലും ഭയങ്കര ഒരു ലുക്കാണ്, ഒരു വലിപ്പമുണ്ട്. പക്ഷെ അന്ന് ഭയങ്കര ഫീച്ചർ ലോഡറായിരുന്നു ആ വണ്ടി. എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്നത്തെ കാലത്ത് എന്ന് പറഞ്ഞാൽ ഇല്ലാത്ത കുറെ ഫീച്ചേഴ്സും ബാക്കിയുള്ള സെഗ്മെന്റിലെ വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ എന്ന് വെച്ചാൽ ഫീച്ചർ ഓവർലോഡ്. അതിൻ ബ്രാൻഡ്സ് നമ്മളെപ്പോൾ നോക്കിയാലും അവരുടെ വണ്ടികൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിറയെ ഫീച്ചേഴ്സ് ഉണ്ടാവും ബാക്കിയുള്ള വണ്ടികൾ വെച്ച് നോക്കുമ്പോൾ. കിയയിലേക്ക് കയറുമ്പോഴുള്ള കാരണം അതെ, എന്തൊക്കെ ഫീച്ചേഴ്സാ. അപ്പോൾ ഇപ്പൊ നമ്മൾ ഓടിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 2023 പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള ഒരു ഫേസ് ലിഫ്റ്റ് എന്ന് പറഞ്ഞ് വന്നതാണ് ഇപ്പൊ നമ്മൾ ഓടിക്കുന്ന വെർഷൻ. ഇതെന്ന് പറയുന്നത് ഭയങ്കര ഒരു വ്യത്യാസമാണ് വന്നത്. ഭയങ്കര ഒരു ഫ്യൂച്ചറിസ്റ്റിക് വണ്ടി എന്നുള്ള രീതിയിലാണ് 23 വന്നത്. എന്ന സമയത്ത് എനിക്കിതിൻ്റെ ഷേപ്പ് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു എന്താ പറയുക, പുറത്തുനിന്നൊക്കെയുള്ള ഒരു ഏലിയൻ വണ്ടി എന്നുള്ള ലുക്കിലാണ് ഇതിൻ്റെ വന്നത്. ഇപ്പോഴും ഇഷ്ടമാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ചില സമയത്ത് കാണുമ്പോൾ ഭയങ്കര ഒരു രസം തോന്നും. അല്ലാണ്ടൊരു ലുക്കിൽ എനിക്ക് അത്ര ഒരു കുറച്ചുകൂടെ എനിക്ക് പഴയ ടൈപ്പ് ലുക്കുകളാണ് ഇഷ്ടം. അത്ര ഓവർ ഫ്യൂച്ചറിസ്റ്റിക് സാധനങ്ങൾ വരുന്ന അത്ര ഇഷ്ടമല്ല. പിന്നെ ഇപ്പൊ പുതിയൊരു ഫേസ് ലിഫ്റ്റ് ഇതിന് വന്നിട്ടുണ്ട്. ചെറിയൊരു ബാക്ക്ഗ്രൗണ്ട് സ്പോയിലറിന്റെ ഒക്കെ വ്യത്യാസങ്ങളൊക്കെ ആയിട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതിലിപ്പോ അന്ന് ഇറക്കിയപ്പോൾ ഒരു കൊടുത്തിരുന്നത് ഒരു 1.5 ടർബോ പെട്രോളും വിത്ത് DCT ഗിയർ ബോക്സ്, പിന്നെ ഒരു 1.5 തന്നെ നാച്ചുറലി ആസ്പിറേറ്റഡ്. അപ്പോൾ ഈ 1.5 നാച്ചുറലി ആസ്പിറേറ്റഡ് അത്യാവശ്യം നൈസ് തന്നെയാണ്. കാരണം അത്യാവശ്യം ഒരു വലിയ എൻജിൻ സൈസും അത് വെച്ച് നോക്കുമ്പോൾ അടിപൊളി. പക്ഷേ ഈ ടർബോ പെട്രോൾ അത്യാവശ്യം നല്ല രീതിയിൽ വ്യത്യാസമുണ്ട്. നല്ല രീതിയിലുള്ള പവറും
ഓൾമോസ്റ്റ് 160 PS 253 എണ്ണം ടോർക്കുമാണ് പേപ്പറിൽ പറയുന്ന ഫിഗേഴ്സ്. വിർട്ടസ് വെച്ച് നോക്കുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഉണ്ട്. പിന്നെ DCT ആണ്, രണ്ടും ഡുവൽ ക്ലച്ച് തന്നെ. പക്ഷേ DSTയുടെ അത് വെച്ചിട്ട് ഇതിന് എനിക്ക് അത്രയും ഒരു കമ്പയർ ചെയ്യാനുള്ളൊരു സാധനം തോന്നില്ല. കാരണം അതിൽ മാറുന്ന ഒരിക്കലും ഒട്ടും അറിയാത്ത രീതിയിലാണ് DSTയിലൊക്കെ ഗിയർ മാറുന്നത് അല്ലേ? അതെ അതെ. ഇത് DSG എന്ന് പറയുമ്പോൾ ശരിക്കും പറഞ്ഞാൽ വോക്സ് വാഗൻ്റെ തന്നെ മാത്രം ഒരു ഗിയർ ബോക്സ് അവർ തന്നെ ഡെവലപ്പ് ചെയ്തിട്ടുള്ള, എനിക്ക് തോന്നുന്ന ആ ഒരു ടെക്നോളജി ഡ്യുവൽ ക്ലച്ച് വരുന്ന ആ ടെക്നോളജിയാണ് DCT എന്ന് പറഞ്ഞ് വരുന്നത്. ഇപ്പം ചിലർ പറഞ്ഞ രണ്ടും ഡുവൽ ക്ലച്ച് തന്നെയാന്ന് പറഞ്ഞാലും അതിലിപ്പോൾ ഗിയർ പറഞ്ഞാൽ ഇതിന് ചെറിയൊരു സാധനം എനിക്ക് അറിയുന്നുണ്ട്. ഇനിയിപ്പോൾ ഇത് മോഡ് മാറ്റിയിട്ട് നോക്കിയാലും സ്പോട്ടിലേക്ക് ഇട്ടിട്ടൊന്നും നമുക്കൊന്ന് ഓടിച്ചു നോക്കാം. റോഡ് കിട്ടുന്നില്ല. അതെ. അപ്പോൾ നമ്മൾ ഈ DCT ഗിയർ ബോക്സിൻ്റെ കാര്യങ്ങൾ പറഞ്ഞു, ഇതിൻ്റെ ഷിഫ്റ്റിങ് കാര്യങ്ങൾ നമ്മളിപ്പോൾ സ്പോർട്സിലിട്ടിട്ടാണെങ്കിലും കൊടുക്കുമ്പോഴാണെങ്കിലും എന്നാലും ചെറിയ ഒരു പിടുത്തം വരുന്നുണ്ട്. അതെനിക്ക് അങ്ങനെ DSTയിൽ ഞാൻ ഇതുവരെ ആ സാധനം DQ200 ചെറുതായിട്ടൊരു സാധനം തോന്നിയില്ല. പക്ഷേ 250ലേക്ക് വന്നു കഴിയുമ്പോൾ ആ സാധനങ്ങൾ എവിടെയും തോന്നിയിട്ടില്ല. പക്ഷേ ഇതിൽ വരുമ്പോൾ ചെറുതായിട്ടൊരു സാധനം ഉണ്ട്. പക്ഷേ സ്റ്റിൽ ഫാസ്റ്റ് തന്നെയാണ് പറ്റില്ല. നമ്മൾ ടോർക്ക് കൺവേർട്ടർ അങ്ങനെയൊന്നും വെച്ച് കമ്പയർ ചെയ്യാനൊന്നും പറ്റില്ല. അപ്പോൾ നമ്മൾ ഇതിൻ്റെ ഫ്യൂച്ചറിസ്റ്റിക് ലുക്ക് കാര്യങ്ങളെല്ലാം പറഞ്ഞു. അപ്പോൾ ഇതിൻ്റെ ഒരു ഡിസൈനിങ്ങിലേക്ക് വന്നു കഴിയുമ്പോൾ ഇതിൻ്റെ മെയിൻ സംഭവം എന്ന് വെച്ചാൽ ഹെഡ്ലൈറ്റ് താഴത്തേക്ക് ആക്കി. അതെ, DRലാണ് മുകളിൽ നിൽക്കുന്നത്. അത് ഹെഡ്ലൈറ്റ് താഴത്തേക്ക് ആക്കിയപ്പോഴുള്ള ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എതിരെ വരുന്ന വണ്ടിക്ക് അത് നേരെ മുഖത്തേക്ക് അടിക്കില്ല, റോഡിലേക്ക് തന്നെയാണ് പോലുള്ളൂ. അപ്പോൾ അത് ഓടിക്കുന്നവനും കുറച്ച് ഗുണമുണ്ട്. പിന്നെ എതിരെ തന്നെ ആൾക്കും ഇന്നത്തെ കാലത്ത് അറിയാലോ, ഒരുത്തനും ഡിമ്മും ബ്രൈറ്റും മര്യാദയ്ക്ക് ഉപയോഗിക്കണം ഒരുത്തനും ഇല്ല റോഡിൽ അല്ലേ? ഭയങ്കര മോശമായിട്ടുള്ളൊരു കാര്യമാണ്. എല്ലാ എണ്ണം ചുമ്മാ ബ്രൈറ്റ് ഓടിച്ച് 10 പറ ലൈറ്റും വെച്ച് ഇറങ്ങും. എന്നിട്ട് എന്നെ കാണിക്കണേന്നല്ല, അത് ഭയങ്കര വിഷമമുള്ളൊരു കാര്യമാണ്. അതൊക്കെ വെച്ച് നോക്കുമ്പോൾ താഴത്തേക്ക് അടിക്കുമ്പോൾ അതിൻ്റെ ഒരു ഗുണങ്ങളുണ്ട് എതിരെ നിൽക്കുന്നവരും. കാര്യം അത് കുറച്ച് ഫ്യൂച്ചറിസ്റ്റിക് ആയി പോയി ഡിസൈനും കാര്യങ്ങളും. അതിലൊരു ഇങ്ങനെ ഒരു ഏലിയൻ്റെ ലുക്കാണ് എനിക്ക് എപ്പോഴും കാണുമ്പോൾ എൻ്റെ മനസ്സിലേക്ക് വരുന്നത്. ആ ലുക്ക് നിനക്ക് എങ്ങനെയുണ്ട് എന്ന് വെച്ച് കഴിഞ്ഞാൽ അതത്ര ഒരു ഇഷ്ടമായിട്ട് തോന്നിയിട്ടുണ്ടോ ആ ലുക്ക്, ഇപ്പോൾ വരുന്ന ലുക്ക്? ആദ്യം എനിക്കത് ഭയങ്കര ഓക്വേർഡ് ഫീലിംഗ് ആയിരുന്നു. അതെ, കാരണം ഈ വിർട്ടസും സ്ലാവ് ബാക്കിയുള്ള സെഡാനുകളൊക്കെ കണ്ടു വളർന്നു വന്നു കഴിഞ്ഞതിൻ്റെ ഒരു പ്രശ്നങ്ങളാണെന്ന് തോന്നുന്നു. ഇപ്പോൾ ഈ ബ്ലാക്കിലൊക്കെ വന്ന് ഓടിക്കുന്ന ഒരു ബ്ലാക്കാണ്. ഇതിൻ്റെ അകത്ത് വന്നു കഴിയുമ്പോൾ വലിയ കുഴപ്പങ്ങളായിട്ട് എനിക്കിപ്പോൾ അങ്ങനെ തോന്നാറില്ല. അത് നല്ലൊരു അലോയ്സൊക്കെ ആഡ് ചെയ്ത് അത്യാവശ്യം ഒന്ന് ഒരു ഡ്രോപ്പൊക്കെ ഇട്ട് കഴിഞ്ഞാൽ അത്യാവശ്യം വണ്ടി കാണാൻ നല്ല ഭംഗിയൊക്കെ ഉണ്ട്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് കാണുമ്പോൾ ഉള്ള ഒരു ഇതേ ഉള്ളൂ. പക്ഷെ അത് കണ്ട് കഴിയുമ്പോൾ ചില വണ്ടികൾ അങ്ങനെയാലോ, പോകെയാലോ നമുക്ക് ഇഷ്ടപ്പെടുക. ചില വണ്ടികൾ നമുക്ക് പെട്ടെന്ന് കാണുമ്പോൾ തന്നെ ഒരു മനസ്സിൽ കയറും. ചിലത് നമുക്ക് കണ്ട് ഇങ്ങനെ മനസ്സിലേക്ക് കയറി വരും. അതുപോലെ ഒരു ഡിസൈൻ തന്നെയത് ഒട്ടും ഇഷ്ടമായിരുന്നില്ല. ഇപ്പോൾ വിർട്ടസും സ്ലാവിയൊക്കെ എനിക്ക് ഫസ്റ്റത്തെ ഇതിൽ തന്നെ അത്യാവശ്യം ഇഷ്ടമായ ഒരു വണ്ടികളാണ്. പക്ഷെ ആ ഒരു സെറ്റപ്പിലേക്ക് എനിക്ക് ഇത് വന്നിട്ടില്ലായിരുന്നു. ഇപ്പോൾ കുഴപ്പമില്ല. പക്ഷെ ഇപ്പോൾ ആ പുതിയൊരു ഫേസ് ലിഫ്റ്റ് വന്നാല ബാക്കിൽ അതിന്റെ സ്പോയിലർ കണ്ടത് ഇങ്ങനെ വെച്ചിട്ട് ഇങ്ങനെയൊക്കെ ആക്കി വെച്ചാണ്. ശ്രദ്ധിച്ചോ? അതൊരു ജസ്റ്റ് ഒരു ആഫ്റ്റർ മാർക്കറ്റ്. അതെ, ഈ പണ്ട് മറ്റേ കാണിച്ചു വെക്കുന്ന പോലത്തെ സാധനങ്ങളൊക്കെ തോന്നാറുണ്ട്. അറിയില്ല. പിന്നെ അതൊന്നും ആയിട്ടില്ല. പിന്നെ അകത്തേക്ക് വരുമ്പോൾ അത്യാവശ്യം എന്താ ഫുള്ള് മാറി. ഇത് SX എന്ന് പറഞ്ഞ വേരിയന്റാ. ഇതിന്റെ ടോപ്പ് എൻഡ് ആണ് SX. അതിലാണ് ഈ മറ്റേ വെന്റിലേറ്റഡ് സീറ്റ്, മറ്റേ ബോസിന്റെ സൗണ്ട് സിസ്റ്റം, വെന്റിലേറ്റഡ് സീറ്റ് അതെല്ലാം വരുന്ന അതിലേക്കാണ്. പിന്നെ ഇതിനകത്ത് സൺറൂഫ് വരുന്നുണ്ട്. പിന്നെ ഈ പറഞ്ഞ 1.5 ലിറ്റർ TGDI എന്ന് പറഞ്ഞ ഒരു എഞ്ചിനാണ് ഇത്. ഈ പറഞ്ഞ തന്നെ അത്യാവശ്യം നൈസാണ്. 7 സ്പീഡാണ് ഗിയർ ബോക്സ് വരുന്നത്. നല്ല പെർഫോമൻസ് തന്നെയുണ്ട്. അത്യാവശ്യം നല്ല പെർഫോമൻസും മൈലേജിന്റെ ഭാഗത്തേക്ക് വരുമ്പോഴാണ് ഒരു കുറവായിട്ടുള്ളൂ. അപ്പോൾ ഇപ്പോൾ 2026 വന്നപ്പോൾ ചെറിയൊരു ഫേസ് ലിഫ്റ്റ് വന്ന് നമ്മൾ പറഞ്ഞു. ആ സ്പോയിലറിന്റെ കേസ് ഒഴിച്ച് ബാക്കിയൊന്നും വലിയൊരു വ്യത്യാസമൊന്നും വന്നിട്ടില്ല ലുക്സിൽ. ചെറിയ ചെറിയ കാര്യങ്ങളുള്ളൂ. പിന്നെ എൻ്റെ ഗ്രില്ല് എനിക്ക് ഭയങ്കര ഇഷ്ടമായി. ഫ്രണ്ടിലത്തെ ആ ഒരു DRലെ താഴെ വരുന്ന ആ ഒരു ഗ്രില്ല്. പിന്നെ ഇതിൻ്റെ അകത്ത് പറയാനുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്റ്റീരിയറിൽ അത്രയൊക്കെ തന്നെ പറയാനുള്ളൂ. നീളവും വീതിയൊക്കെ ഏകദേശമൊക്കെ സെയിം ആണ്. ചെറിയ ചെറിയ അങ്ങോട്ടും ഇങ്ങോട്ടുള്ള വ്യത്യാസങ്ങളാണ്. വീതി കുറച്ച് ഇതിനെ കൂടുതൽ തോന്നുന്നു വെർണയ്ക്ക്. നീളം കുറവായിട്ട് തന്നെയാണ് ഞാൻ നോക്കിയപ്പോൾ കണ്ടത്. പുതിയ വെർഷനായിട്ട് ബാക്കി സെഡാനുകളൊക്കെ ആയിട്ട് കമ്പയർ ചെയ്യുമ്പോഴേ. പിന്നെ ഈ പറഞ്ഞാൽ ഈ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ്. ഗ്രൗണ്ട് ക്ലിയറൻസിൽ ഏറ്റവും ടോപ്പ് നമ്മുടെ വിർട്ടസും സ്ലാവിയാണ്. അവരാണ് ഏറ്റവും ടോപ്പും വണ്ടി. ഇതിനത്രയും പൊക്കവും കുറവ് തന്നെയാണ്. അതുപോലെ തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഒരു കുറച്ച് വ്യത്യാസമുണ്ട്. അതായത് മറ്റേ 179 മില്ലിമീറ്റർ ആണ്. ഇത് 165 170 ഇടയിൽ ആ റേഞ്ചിലെങ്ങാണ്ടായിട്ടാണ് ഇതിൻ്റെ വരുന്നത്. അപ്പോൾ അടിയിടിക്കാനുള്ള പ്രശ്നങ്ങളുണ്ട് മറ്റേത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ. പിന്നെ സെഡാനാണ് ഇവിടുത്തെ റോഡിന് സെഡാൻ കൊള്ളാത്തതുകൊണ്ടല്ല, നമ്മൾ പറഞ്ഞ പോലെ തന്നെ എല്ലാവരും ഇപ്പോൾ സെഡാൻ മാറി SUVയിലേക്ക് പോകുന്നൊരു
ട്രെൻഡ് കാണുന്നത്. നമ്മുടെ റോഡിന്റെ പ്രശ്നമാണ്, അല്ലാതെ വണ്ടി ഉണ്ടാക്കി അവരുടെ കുഴപ്പം കൊണ്ടല്ല അത്. ഇപ്പൊ തന്നെയാണ് നമുക്കൊരു നല്ല റോഡ് ഇവിടെ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുമ്പോൾ പോലും ഇതിൻ്റെ അകത്ത് ഈ പഠിക്കണമെന്ന് വെച്ചാൽ അത്രയും പൊട്ട റോഡുകളാണ്. എന്ത് പറഞ്ഞിട്ടുണ്ടായി എത്ര ടാർ ചെയ്താലും ഉമ്മാര് ആളെ മുടിപ്പിക്കാൻ ഉണ്ടായേക്കണേന്ന് എനിക്ക് തോന്നുന്നത്. അല്ലാണ്ട് നമ്മളെ നന്നാക്കാനൊന്നുമില്ല, ചുമ്മാ വിഷമം തോന്നി ഓരോ റോഡൊക്കെ കാണിച്ചു വെച്ചാൽ. ഞങ്ങളുടെയൊക്കെ വീടിൻ്റെ അടുത്തുള്ള റോഡുകൾ അത്രയും പരിതാപകരം എന്ന് പറയാം. ഹൈവേകളാണ് കാണിച്ചു വെച്ചാൽ ഈ മാതിരി അവസ്ഥയിൽ. എന്നിട്ട് ചുമ്മാ വോട്ടും ചെയ്ത് അതിനെപ്പറ്റിയൊന്നും നമ്മളധികം ഒന്നും പറയണമെന്നില്ല. കാരണം നമുക്ക് അതിനെപ്പറ്റി കൂടുതൽ വിവരങ്ങളൊന്നും നമുക്ക് അതിനെപ്പറ്റിയില്ല. ഇല്ല ആരാ നല്ലത് നമ്മൾ അതിനെപ്പറ്റി ഒന്നും പറയണം. പക്ഷെ ഭയങ്കര മോശം എന്നുള്ള രീതിയിൽ തന്നെ പറയാം. നമ്മൾ വേറൊന്നും എക്സ്പെക്ട് ചെയ്യുന്നില്ല. അവർ നല്ല റോഡെങ്കിലും ഇടയ്ക്കൊക്കെ ആലോചിക്കാറുണ്ട് ഇവിടെ ഏത് വണ്ടി മേടിച്ചിട്ട് ഒരു വണ്ടി മേടിച്ചിട്ട് കാര്യമില്ല അല്ലേ. തന്നെ സസ്പെൻഷനും പോവും. സസ്പെൻഷനൊക്കെ പോണതിന്റെ മെയിൻ പ്രശ്നം എന്താ, ഇവിടെ സ്റ്റിഫ് സസ്പെൻഷൻ തന്നെയാ പറ്റുള്ളൂ. സോഫ്റ്റ് ശരിക്കും പറഞ്ഞാൽ ഹുണ്ടായുടെ ഈ സോഫ്റ്റ് സസ്പെൻഷൻ ഭയങ്കര യാത്രാ സുഖം. അത് നല്ല സുഖം അത് ഓടിച്ചു പോകാനായിട്ട്. പക്ഷെ നമുക്ക് അത്ര ചെറിയൊരു സ്റ്റിഫ്നെസ് തോന്നുന്നുണ്ട്, പക്ഷെ കറക്റ്റ് ആയിട്ട് മനസ്സിലാവുന്നില്ല. ഇവിടെ തന്നെയാണ് നമ്മളിപ്പോ ഈ ഇത് ഷൂട്ട് ചെയ്യാൻ വേണ്ടി എത്ര നല്ല റോഡുകൾ നോക്കിയാൽ പോകേണ്ടതെന്നറിയോ, എന്ത് കഷ്ടാന്നറിയോ. പിന്നെ മാറ്റമൊന്നും വരുമോന്നൊന്നും എനിക്കും തോന്നുന്നു, എനിക്ക് വലിയ വിശ്വാസമല്ല അതിനകത്ത്. പിന്നെ ഇവിടുന്ന് ഇപ്പൊ ഞാൻ ഇടയ്ക്ക് ആലോചിക്കാറുണ്ട് ഈ നാട്ടിലൊക്കെ നിൽക്കണേക്കാളും വേറെ എല്ലാ നാട്ടിലും നല്ല റോഡെങ്കിലും ഉണ്ടാവുമല്ലോ എന്ന്. നമ്മളിനിപ്പോൾ അതിനെ പറ്റിയൊന്നും അധികം കൂടുതൽ പറയുന്നില്ല, നമുക്ക് ബാക്ക് ടു വണ്ടിയിലേക്ക് തന്നെ വരാം. അതെ, അപ്പോൾ ഈ പറഞ്ഞ കാര്യം തന്നെ ഗ്രൗണ്ട് ക്ലിയറൻസ് കുറവാണ് ഇതിന് കുറച്ചും കൂടെ. അപ്പോൾ അത് ഉപയോഗിക്കുമ്പോൾ ഈ പറഞ്ഞ എറണാകുളം സിറ്റി ഈ വണ്ടി ഉപയോഗിക്കുന്ന എൻ്റെ ഫ്രണ്ടിൻ്റെ വണ്ടി. അപ്പോൾ ആൾ എറണാകുളം സിറ്റിയിലാണ്. അപ്പോൾ ആൾക്ക് അങ്ങനെ അധികം പ്രശ്നങ്ങളൊന്നും വരാറില്ലെന്നാണ് പറഞ്ഞത്. പക്ഷേ ഈ കുറച്ചകത്തേക്ക് കയറി റോഡ് പൊട്ടി പൊളിഞ്ഞ സ്ഥലത്തേക്കിടെയൊക്കെ നമ്മളൊരു പക്ഷേ ഈ സാധനമല്ലേ ആ റോട്ടിലൂടെ പോകുമ്പോൾ എൻ്റെ പേരെന്താണ് സ്പീഡ് ബ്രേക്കേഴ്സ് അതൊക്കെ നോക്കി അതല്ലെങ്കിൽ എനിക്ക് തോന്നണു അടി ഇടിക്കൂ എന്നുള്ളൊരു സംഭവം. ഒന്ന് സൂക്ഷിച്ച് ഓടിക്കണം. അതെ, വെർട്ടസിന് നല്ല ഗ്രൗണ്ട് ക്ലിയറൻസ് ആടാ. ശരി. മറ്റേ നമ്മുടെ ജെറ്റയൊക്കെ ശ്രദ്ധിച്ചുള്ള ജെറ്റയൊക്കെ എപ്പോഴും അടിയിടിക്കുന്ന സാധനങ്ങളാണ്. 3-4 പേര് കയറി കഴിഞ്ഞ് ഇങ്ങനെ കയറ്റത്തിലൊക്കെ ഉള്ള വളവുകൾ എടുക്കുമ്പോൾ അടി മിക്കപ്പോഴും വരെയണ കാണാം. അപ്പോൾ നമ്മളെ എക്സ്റ്റീരിയറിലെ കാര്യങ്ങളെല്ലാം ഓൾമോസ്റ്റ് കവർ ചെയ്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്കിതിൻ്റെ ഇൻറ്റീരിയറിലേക്ക് വരാം. ഇൻറ്റീരിയറിലേക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഭയങ്കര ഫീച്ചേഴ്സാണ് ഈ വണ്ടിയിൽ വരുന്നത്. സ്റ്റിയറിങ് മൊത്തത്തിൽ ഒരെണ്ണം പുതിയതാണ് കൊടുത്തേക്കുന്നത്, 2 സ്പോക്ക്. തന്നെ ഉണ്ടായിട്ട് ഒരു ബാഡ്ജിങ്ങും പിന്നെ സീറ്റ്സിലേക്ക് വന്നു കഴിയുമ്പോൾ സീറ്റ്സിലൊരു റെഡ് സ്റ്റിച്ചിങ് ഉണ്ട്. അത് മറ്റേ ഇതിൻ്റെ ഫുൾ ഓപ്ഷൻ വരുമ്പോൾ അതിൻ്റെ സീറ്റും കാര്യങ്ങളെല്ലാം ഭയങ്കര വ്യത്യാസം, ലെതറാ ഇത് വരുന്ന ഫാബ്രിക്കാണ്. പിന്നെ രണ്ടൊരു ഇത് കൊടുത്തിട്ടുണ്ട് സ്ക്രീന്. അത് പിന്നെ ഇവരുടെ ഇതിന് അത്യാവശ്യം അറിയാലോ, അതിലൊന്നും വലിയ കോംപ്രമൈസ് ഒന്നുമില്ല. ആ കാര്യത്തിലൊക്കെ നമുക്ക് ഇഷ്ടം പോലെ തരും ഫീച്ചേഴ്സൊക്കെ. പിന്നെ AC കൺട്രോൾ യൂണിറ്റ് ആണെങ്കിലും കൊള്ളാം. പിന്നെ അകത്ത് ഈ സൈഡൊക്കെ ഇതൊരു സോഫ്റ്റ് ടച്ച് മെറ്റീരിയലാണോ, ഒരു ഏറെക്കുറെ പ്ലാസ്റ്റിക് നല്ല ക്വാളിറ്റി അത്. അതെ, കയറുമ്പോൾ തന്നെ ഇത് എന്താ അത്യാവശ്യം ഒരു റിച്ച് ഫീൽ ഉണ്ട് വണ്ടി. SXO ആണ് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്നത്. അപ്പോൾ അതിൻ്റെ തൊട്ട് താഴെയുള്ള വേരിയൻ്റ് SX എന്ന് പറഞ്ഞിട്ട്. പിന്നെ ഈ വേരിയൻറ്റിന് എനിക്ക് തോന്നുന്നു 18 lakhs ആയിരുന്നു തോന്നുന്നു അന്ന് പ്രൈസ് വന്നു. കറക്റ്റ് എനിക്ക് ഓർമ്മയില്ല അത്രയും പ്രൈസ് ഒന്നും. പക്ഷെ എനിക്ക് തോന്നാലും വെർട്ടസിൻ്റെ ഒക്കെ ഇപ്പോൾ 1.5 GT എടുക്കണേക്കാളും റേറ്റ് കുറവായിരിക്കണം ഇതിന്. അതെ അതെ അല്ലേ. ആ ഒരു പിന്നെ ഇന്റീരിയറിനകത്ത് ഇവരൊരു സൺറൂഫ് കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ നമ്മൾ എടുത്ത് നോക്കി കഴിഞ്ഞാൽ വെർട്ടസിലുണ്ട്, സ്ലാവിയയിലൊക്കെ ഉണ്ട്. അപ്പോൾ പിന്നെ സൺറൂഫും കാര്യങ്ങളും ഇതിലും ഉണ്ട്, അത്യാവശ്യം നൈസൊരു സൺറൂഫ്. പിന്നെ ഇന്റീരിയറിലേക്ക് അങ്ങനെ മാരകമായ കാര്യങ്ങൾ ഫുള്ളൊരു ബ്ലാക്ക് ഔട്ടാണ് വണ്ടി. അപ്പോൾ ഫുള്ള് ബ്ലാക്ക് വന്നു കഴിയുമ്പോൾ ബ്ലാക്ക് ഒക്കെ ഇഷ്ടപ്പെടുന്ന ആൾക്കാർക്ക് അത് അത്യാവശ്യം നൈസാണ്. പിന്നെ ഇതിലൊരു ആംബിയൻ ലൈറ്റ് ഫീച്ചർ ഉണ്ട്. പിന്നെ ഇവിടെ ഈ ഡാഷിന് ഇവിടെയൊക്കെ ഇതൊക്കെ നല്ല സോഫ്റ്റ് ടച്ച് ലെതർ ടൈപ്പ് വരുന്നത്. പക്ഷെ അത് വെർട്ടസിലേക്ക് വരുമ്പോൾ ഇവിടെയൊക്കെ മൊത്തം പ്ലാസ്റ്റിക് ആണ്. നമ്മൾ അന്ന് സംസാരിച്ചാൽ ആ വീഡിയോ നമ്മുടെ ചാനലിൽ കിടക്കണം. അപ്പോൾ ഒന്ന് കയറി നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ അത് 1 ലിറ്റർ വെർട്ടസ് GTയുടെ നമ്മൾ വീഡിയോ ചെയ്യുന്നതാണ്. നല്ല മഴയാലോന്ന് നമുക്ക് നോക്കാം എന്താവുമെന്ന്. മൈക്കൽ കറക്റ്റായിട്ടിരിക്കണാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാവില്ലായിരിക്കും സൗണ്ടിലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അപ്പോൾ ഞാനിതിനൊരു പ്രോപ്പർ കോമ്പറ്റീറ്റർ എന്നുള്ള രീതിയിൽ കാണുന്നത് വെർട്ടസും സ്ലാവിയ. അത് വെച്ച് നോക്കുമ്പോൾ രണ്ടും 1.5 ലിറ്റർ ടർബോ പെട്രോൾസ് തന്നെയാണ്. രണ്ടും ഇപ്പോൾ എനിക്ക് വെർട്ടസും ഓട്ടോമാറ്റിക് മാത്രമേ ഉള്ളൂ. അപ്പോൾ ഡുവൽ ക്ലച്ച് തന്നെയാണ്, പക്ഷെ അത് DST തന്നെയാണ്. ഇത് DCT എന്നും പറഞ്ഞാണ് വരുന്നത്. പവറിൻ്റെ ഷീറ്റ്സിലേക്ക് നോക്കുവാണെങ്കിൽ അത് 150 PS ആണ്, ഇത് 160 ഉണ്ട്. ഒരു 3 എണ്ണം ടോർക്കിൻ്റെ വ്യത്യാസമുണ്ട്. അതിൽ മാരകമായിട്ടുള്ള വ്യത്യാസങ്ങൾ തോന്നുന്നുണ്ടോയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് അത്യാവശ്യം പറച്ചോണ്ടാട്ടോ പോണത് സെറ്റ് ചെയ്ത്. കാരണം ഞാനിപ്പോൾ സ്പോർട്സ് മോഡലായിരുന്നു. പക്ഷെ മറ്റേന്ന് വെച്ച് കഴിഞ്ഞാൽ അത് അറിയില്ല, ഒരു ഷിഫ്റ്റ് ചെയ്യണത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? അതിലെന്തോരും പിന്നെ 1.5 അധികം ഓടിക്കാനുള്ളൊരു സാധനം നമുക്ക് കിട്ടിയിട്ടില്ല. ഇതാണേലും
കയറി പോകാനൊന്നും ഓവർടേക്ക് ചെയ്യാനൊന്നും വലിയ പാടോ കാര്യങ്ങളൊന്നുമില്ല. ആ ഒരു 10 bhp ഡിഫറൻസ് എങ്ങനെയാണ് തോന്നുന്നത്? ആ സെറ്റാണ് വണ്ടി. എനിക്ക് കുറച്ചും കൂടി ഒരു ഹാൻഡ്ലിങ് തോന്നണത് വെർട്ടസ് തന്നെയാണ്. അത് സ്റ്റിഫായിട്ടുള്ള സസ്പെൻഷൻ്റെ ആയിരിക്കും. ഓ ഭയങ്കര മഴയാണ്. അപ്പോൾ അധികം കാലുകൊടുത്ത് ഓടിക്കുന്നത് റോഡ് തന്നെ വിസിബിൾ അല്ല. പതിയപ്പം ഇതധികം ഓടിച്ച് നോക്കാനുള്ള ഒരു സാധനം കിട്ടുന്നില്ല. അപ്പോൾ ഇതിൻ്റെ ഓണറാണെങ്കിലും അവർ ഹൈവേയിലൊക്കെ പോയി അത്യാവശ്യം 140-150 പോണേന് വലിയ പാടൊന്നും ഉണ്ടാകുന്നില്ല. ഒരു രീതിയിലും വണ്ടി കയ്യിൽ നിന്ന് പോവോ അങ്ങനത്തെ കേസുകളൊന്നും വരുന്നുണ്ടായിരുന്നില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ ഇതിൻ്റെ ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിലേക്ക് പറയുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം ഈ പറഞ്ഞ വയർലെസ് ചാർജിങ് ഉണ്ട്. പിന്നെ ഇതിൻ്റെ ഏറ്റവും ടോപ്പ് എൻഡിൽ അഡാസിൻ്റെ ലെവൽ 2 ഉണ്ട്. പിന്നെ ഈ വണ്ടിയിലിപ്പോൾ എന്താ 360 പാർക്കിംഗ് സെൻസേഴ്സ് ഉണ്ട് ഫ്രണ്ടും ബാക്കും. അപ്പോൾ അതൊന്നും നമ്മൾ അന്നാ ഓടിച്ച വെർട്ടസിൽ നമ്മൾ കണ്ടില്ലായിരുന്നു. വെർട്ടസിൽ നോർമലി ഒരു ക്യാം മാത്രം വെച്ചിട്ടുള്ള അതും ക്യാമറയുടെ അത്ര നല്ലല്ലോ നമ്മൾ ആ വീഡിയോ പറയുന്നുണ്ട്. ഇത് പക്ഷേ ഭയങ്കര ക്വാളിറ്റി അത് അല്ലേ. പുറകെ ടൈം അത്യാവശ്യം എല്ലാ കാര്യങ്ങളും വിസിബിളാണ്. മറ്റേ ഒരു സ്ക്രീനും ചെറുതാ. അപ്പം അതിനനുസരിച്ചിട്ടുള്ള ആ ഒരു ക്യാമറയുടെ ക്വാളിറ്റി ഭയങ്കര മോശമായിരുന്നു. ഇവർ പിന്നെ ക്വാളിറ്റിയിൽ കോംപ്രമൈസ് ഇല്ലല്ലോ. ഫീച്ചേഴ്സിൻ്റെ കാര്യത്തിൽ അത്യാവശ്യം എല്ലാ കാര്യങ്ങളും തന്നെ ഇൻക്ലൂഡിങ് ചെയ്യുന്ന ഒരു സെറ്റപ്പിലാണ്. പിന്നെ ഇതിൻ്റെ ഇപ്പോൾ ഞാൻ ഓടിച്ചിട്ടാണെങ്കിലും ഡ്രൈവിംഗ് ഫീൽ അത്യാവശ്യം കൊള്ളാം. പക്ഷേ വെർട്ടസായിട്ട് എനിക്ക് കമ്പയർ ചെയ്യാൻ പറ്റുന്നില്ല. വെർട്ടസ് അത്യാവശ്യം കുറച്ചും കൂടെ കയ്യിൽ നിൽക്കുന്ന പോലെ ഉണ്ട്. പിന്നെ ഇത് ഹൈവേസിലൊന്നും അല്ലാട്ടോ ഓടിച്ചേക്കണേ. ഈ ഒരു നമ്മൾ നോർമൽ റോഡിൽ കൂടെ തന്നെയാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. കാരണം ഇത് ഇവിടെ ഇപ്പം നമ്മൾ എറണാകുളം ഭാഗത്തൊക്കെ ആയിട്ടാണ്. മറ്റേ നമ്മൾ നമ്മുടെ വീടിൻ്റെ അടുത്തിട്ടായിട്ടുള്ള ഒരു അത്യാവശ്യം നല്ല വഴി കൂടെ ആയിരുന്നു നമ്മൾ വെർട്ടസ് ഓടിച്ചുകൊണ്ടിരുന്നത്. അപ്പം അതിൻ്റെ ഒരു വ്യത്യാസമുണ്ട്. പിന്നെ അത് 1 ലിറ്റർ ആയിരുന്നു. ഇത് 1.5. അതിൻ്റെ 1.5 മറ്റേ വെർട്ടസിൻ്റെ ആണെങ്കിലും അധികം അങ്ങനെ ഓടിക്കാനുള്ള ഒരു സാധനം കിട്ടിയിട്ടില്ല. എൻ്റെ ഒരു മനസ്സ് പറയുന്നത് ഈ വോക്സ്വാഗൺ വണ്ടികളുടെ സെറ്റപ്പ് വെച്ചിട്ട് അത് എന്തായാലും വരത്തില്ല. അതിൻ്റെ സെറ്റപ്പിലേക്കും. കാരണം അതെനിക്ക് അങ്ങനെ പൊളിച്ചോടിക്കാനുള്ള ഒരു അവസരങ്ങൾ കിട്ടിയിട്ടില്ല 1.5. പക്ഷെ അപ്പോൾ ഒരു വ്യത്യാസം എന്ന് പറഞ്ഞാൽ പ്രൈസിലും വ്യത്യാസമുണ്ട്. പ്രൈസിൽ ഭയങ്കര വ്യത്യാസമുണ്ട്. അപ്പോൾ കാരണം അത് ബ്രിട്ടസ് 1.5 ടോപ്പ് മോഡൽ വരുമ്പോൾ 25 ലക്ഷം രൂപയുടെ അടുത്തേക്ക് വരും. 1.5 ആകെ ഞങ്ങളുടെ ഒറ്റ മോഡലുള്ളൂ GT. ഇതിലാണ് കുറേ ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് തന്നെ. ഇത് SX, SXO. ഇത് അന്ന് ഈ വണ്ടിക്ക് 18 ലക്ഷം രൂപയെന്നാണ് പറഞ്ഞത്. SX എന്ന് പറഞ്ഞ വേരിയൻറ്റ്. അപ്പോൾ നിങ്ങൾക്ക് എന്താ കിട്ടണമെന്ന് വെച്ച് കഴിഞ്ഞാൽ 18 ലക്ഷം രൂപ 25 ലക്ഷം രൂപയിലും. ഇന്നിപ്പോൾ ഇതിൻ്റെ കറക്റ്റ് വിലകൾ എനിക്കറിയില്ല. എന്തായാലും നല്ലൊരു ഡിഫറൻസ് ഉണ്ട്. ആ ഒരു ഡിഫറൻസിൽ നിങ്ങൾക്ക് സ്റ്റിൽ ഒരു 1.5 ടർബോ പെട്രോൾ DCT ആണ്. DST പോലെയുള്ള പ്രശ്നങ്ങൾ പേടിക്കണ്ട. അത് DQ200 ആണ്. ഇതിൻ്റെയൊക്കെ DCTയിൽ അധികം ആരും പ്രശ്നങ്ങളൊന്നും തന്നെ കണ്ടിട്ടില്ല. കാരണം i20 ഇതാ വെർണയിൽ ഇവ കാര്യങ്ങളിലെല്ലാം ഈ DCT തന്നെ ഇവരുടെ ഗിയർ ബോക്സ് ഉള്ളൂ. വേറെ ഗിയർ ബോക്സ് ഉണ്ടോ? അതിനെ പറ്റിയല്ല അറിയോ? ഇല്ല, അതൊക്കെ വേറെ ഗിയർ ബോക്സ് എനിക്ക് വലിയ പിടുത്തമല്ല. ഞാൻ അങ്ങനെ ഹുണ്ടായിയുടെ ഒരു പ്രത്യേക ഗിയർ ബോക്സ് എന്ന് പറഞ്ഞ് അങ്ങനെ ഇതുവരെ കേട്ടിട്ടൊന്നുമില്ല. നിങ്ങൾക്ക് അറിയുമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞങ്ങൾക്കൊന്നും അറിയാൻ പറ്റും. കാരണം ഹുണ്ടായി വണ്ടികളെ പറ്റി അധികം അങ്ങനെ നോക്കാറില്ല പൊതുവെ. ഈ വെർണയാണ് കൂടുതൽ നോക്കാറ്. പിന്നെ വെന്യൂവും കറക്റ്റ് പണ്ടത്തെ കറക്റ്റ് എനിക്കിഷ്ടമാണ്. ആദ്യത്തെ അത് നല്ല ഷേപ്പും കൊടുക്കുന്നത്. ഇപ്പോഴത്തെ ക്രെറ്റനോട് എനിക്ക് അത്രയും ഒരു താല്പര്യം ഇല്ല. എനിക്ക് പിന്നെ i20 ഇപ്പോൾ ഉള്ള വെർഷനല്ല, അതിൻ്റെ തൊട്ട് പുറകിലൊരു വെർഷൻ ഉണ്ടായിരുന്നു. ആ ഒരു വെർഷൻ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. മനസ്സിലായി. ആദ്യം ഇറങ്ങിയ i20 എനിക്ക് ഭയങ്കര ഇഷ്ടം. അതൊരു റാലി കാറൊക്കെ മാറി. അത് ശരിക്കും റാലിയിൽ ഉപയോഗിക്കണില്ല i20. നീ കണ്ടിട്ടില്ലേ മറ്റേ പുറത്തത്തെ യൂട്യൂബ് വീഡിയോസിലൊക്കെ ആ i20 കഴിഞ്ഞിട്ട് ഇറങ്ങിയ പിന്നെ i20 എന്ന് പറയണത് മനസ്സിലായി. അത് ഒരു എലഗൻ മോഡൽ എന്ന് പറയുന്നത്. അത് മനസ്സിലായി. അത് ഭയങ്കര ഭംഗിയാണ് അത് കാണാൻ. ഒരു രസമുള്ള ഒരു മോഡലായിരുന്നു. പിന്നെ ഒരു ഇപ്പോഴത്തെ i20 എൻലൈൻ നമ്മൾ കഴിഞ്ഞ ദിവസം ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതും അത്യാവശ്യം കൊള്ളാം. നമ്മൾ കയറി കഴിഞ്ഞിട്ടാണെങ്കിലും വണ്ടി 1 ലിറ്റർ ആണെങ്കിലും അത് ഞാൻ വിചാരിച്ചില്ല 1 ലിറ്റർ അത്ര സെറ്റപ്പ് ആയിരിക്കും. കാരണം കുറേ പേര് ഈ പറഞ്ഞ 1 ലിറ്ററിനെ കഴിഞ്ഞ യൂട്യൂബ് വീഡിയോയിൽ വണ്ടിയാണെങ്കിൽ ഫോർസിൽ നിങ്ങളത് ഓടിക്കാത്തതിൻ്റെ എന്നാണ് എനിക്ക് പറയാൻ പറ്റുള്ളൂ. കാരണം കാര്യം എൻജിൻ ഡൗൺ സൈസിങ് ആണ്. എത്ര ഓടുമെന്നൊന്നും എനിക്ക് ഉറപ്പ് പറയാനൊന്നും പറ്റുമൊന്നുമില്ല. കാരണം ഇപ്പം എനിക്ക് ഉറപ്പ് പറയാൻ ഞാൻ പറയാനുള്ള ആളുമല്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് മനസ്സിലായതെന്ന് വെച്ചാൽ ഏത് വണ്ടിയാണെങ്കിലും പ്രോപ്പർ ഒരു മെയിൻ്റനൻസ് ആണ്. അതിനെ അത് കഴിഞ്ഞ പറഞ്ഞാൽ വണ്ടീനെ ഇട്ട് ഓടിപ്പിക്കുകയല്ല, ആ വണ്ടിക്ക് ഓടാൻ പറ്റാവുന്ന ഒരു രീതിയുണ്ട് ഓരോ വണ്ടികൾക്കും. ഇപ്പോൾ ഒരു 1.5 ലിറ്റർ ഈ വണ്ടികൾക്കൊരു 100-150 കിലോമീറ്റർ സ്പീഡിൽ പോണത് ഇതിനൊരു കാര്യമല്ല. പക്ഷെ അതേസമയം ഒരു 1 ലിറ്റർ സാധാ ഏതെങ്കിലും ഇപ്പൊ ഈ 1.2 ഒക്കെ നാച്ചുറലി ആസ്പിറേറ്റഡ് കുറേ വണ്ടികളുണ്ടല്ലോ, അതിനെ 150 ഓടിക്കണതും വ്യത്യാസമുണ്ട്.
അതെ. അപ്പോൾ ഒരു വണ്ടി ഓടിക്കണതിൻ്റെ രീതികളുണ്ട്. നിങ്ങളൊരു 2 ലിറ്റർ സുപ്പീരിയർ എഞ്ചിൻ ഓടിക്കണതും ഒരു 1.5 ലിറ്റർ ഓടിക്കണതും 1 ലിറ്റർ ഓടിക്കണതും അതല്ല ഇനി അതിൻ്റെ മുകളിലേക്കുള്ള 3 ലിറ്ററുകൾ ഓടിക്കണതും ഇതെല്ലാം വണ്ടികൾക്കൊരു കേപ്പബിലിറ്റി ഉണ്ട്. ഇപ്പോൾ പണ്ട് നീ കേട്ടിട്ടുണ്ടോ, നമ്മൾ യൂണിക്കോണിൽ 80 കിലോമീറ്റർ സ്പീഡിൽ പോയി കഴിഞ്ഞാൽ മൈലേജ് കിട്ടാൻ കുറച്ച് പാടാണ്. അത് പിന്നെ കേക്ക് അപ്പോൾ KTMൻ്റെ ഒരു RC ചിലപ്പോൾ 80-90 ഓടിച്ചാലായിരിക്കും അതിന് മൈലേജ് കിട്ടണം. അപ്പോൾ ഓരോ വണ്ടികൾ ഓടിക്കേണ്ട ഒരു രീതികളുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ ഈ 1 ലിറ്റർ എഞ്ചിനുകൾ ഇപ്പോൾ അത്യാവശ്യം വലിയ കുഴപ്പമില്ലാണ്ട് ഇപ്പോൾ ഈ പറഞ്ഞ 1 ലിറ്ററുകളെല്ലാം ഇവിടെ കിടന്ന് ഓടുന്നുണ്ട്. പിന്നെ ഈ ടൊയോട്ടയുടെ ഓടണ പോലെ ചിലപ്പോൾ 5 ലക്ഷം 6 ലക്ഷം ഓടിക്കൊള്ളണമെന്നില്ല. ഇപ്പം എല്ലാവരും വണ്ടി മേടിക്കണം അത്ര ഓടിക്കാനായിരിക്കണമെന്നില്ല. ഇന്നെല്ലാവരും ഒരു 5-6 കൊല്ലം ഓടിക്കുക, 5-6 കൊല്ലമല്ല, എന്നിട്ട് അടുത്ത വണ്ടി മാറുക, അങ്ങനത്തെ ഒരു രീതിയിലേക്കായി ആളുകൾ. അപ്പോൾ അതാണ് ഭയങ്കരമായിട്ട് വീഡിയോ കണ്ടാണ്. നമുക്കതിന് പ്രശ്നമൊന്നുമില്ല, കാരണം ഇവന്മാരത് ഓടിക്കാത്തതിൻ്റെ അതാണ് എനിക്ക് തോന്നുള്ളൂ. പിന്നെ ശരിയാണ് 4 സിലിണ്ടർ വന്നാലാണ് എല്ലാം സൂപ്പർ എന്ന് പറഞ്ഞാലും പിന്നെ ഈ ഡൗൺ സൈസ് ചെയ്യണ എഞ്ചിനെ പറ്റി പറഞ്ഞു. ഇപ്പോൾ ഈ 1.3 ലിറ്റർ എഞ്ചിനുകൾ മെഴ്സീഡിസിന് വണ്ടികളുണ്ട്. അപ്പോൾ അതൊന്നും അവരൊന്നും കാണാണ്ടൊന്നും ആയിരിക്കില്ല വണ്ടി എന്ന് പറഞ്ഞാൽ ഇതെല്ലാം ഭയങ്കര പ്രോപ്പർലി എഞ്ചിനീയർ ചെയ്ത് ഇറക്കുന്ന കാര്യങ്ങളാണ്. അപ്പോൾ അവരത് അതിന്റെ പുറകിൽ അത്ര ആറാണ്ടി ചെയ്തിട്ടുണ്ട്. അതെ, അല്ലാണ്ട് ചുമ്മാ ഒരു ഇത് ചെയ്യണല്ലോ, അവരത് അത്രയും ചെയ്തേക്കണേ എന്ന് വെച്ച് കഴിഞ്ഞാൽ ടോപ്പായിട്ടുള്ള ആൾക്കാരായിരിക്കും അതിന്റെ ഫുള്ള് ചെയ്തേക്കണത്. അപ്പൊ അത്രയും എഞ്ചിനീയർഡ് ചെയ്ത് ഇറക്കുന്ന കാര്യത്തിൽ നമ്മൾ അതിന് എന്താ പറയുക ഒത്തിരി പറയേണ്ട ആവശ്യമില്ല. അത് ഇപ്പൊ പണ്ടൊക്കെയാണ് ഈ 1.6 ഉണ്ടായിരുന്നു. ഈ 1.6 മാറ്റി 1.5 ആക്കാനുള്ള മെയിൻ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ആ ഇൻഷുറൻസിന്റെ ഒരു കേസിലാണ് ആ ഒരു ഇൻഷുറൻസ് ബാൻഡ് കുറച്ചത്. പിന്നെ ടാക്സിന്റെ ഒരു കോൺസിക്വൻസ് ഉണ്ട്. അപ്പൊ അതൊക്കെ കാരണം കൊണ്ടാണ് എഞ്ചിൻ ഡൗൺ സൈസിങ്ങും വണ്ടിയുടെ സബ് 4 മീറ്റർ ആ ഒരു കാറ്റഗറിയിലായിട്ടൊക്കെ കുറേയൊക്കെ അങ്ങനെ കുറെ വരുന്നത്. അപ്പോൾ 1.6 1.5 ആയ പോലെ ആയിരിക്കില്ല 1.2 1 ലിറ്റർ ആക്കണം. അതിൻ്റെ അകത്ത് വലിയ വ്യത്യാസങ്ങളുണ്ടെന്ന് എനിക്ക് തോന്നാറില്ല. എനിക്ക് അതിനെപ്പറ്റി കാര്യമായിട്ടില്ല. നിങ്ങൾക്ക് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ അതാണ് പറഞ്ഞത് 1 ലിറ്റർ ഇപ്പോൾ 3 സിലിണ്ടർ ആണെങ്കിലും ഞാൻ കഴിഞ്ഞ ദിവസം ആ വെർട്ടസിൽ പിന്നെയും കയറാനിടയുണ്ടായപ്പോൾ ഞങ്ങൾ 5 പേരുണ്ടായിരുന്നു. 5 പേരും അത് ഹൈവേസിൽ അതൊന്ന് ഓവർടേക്ക് ചെയ്യണമെന്ന് വെച്ച് കഴിഞ്ഞാൽ അതിന് സ്റ്റില്ലൊരു ഇരയ്ക്കണൊരു സൗണ്ട് ഉണ്ട് അതൊന്ന് RPM കയറുമ്പോൾ. പക്ഷെ സ്റ്റിൽ അത് കയറിപ്പോകാൻ വലിയ പാടൊന്നും ഉണ്ടായിരുന്നില്ല. വണ്ടി അത്യാവശ്യം അടിപൊളിയായിട്ട് തന്നെയാണ് വണ്ടി പെർഫോം ചെയ്യുന്നത്. ആദ്യം ഒന്ന് ഓടിച്ചു നോക്കുക. നമ്മൾ പേപ്പറിലുള്ള കാര്യം മാത്രം നോക്കിയിട്ട് കാര്യമില്ല. നമ്മളെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിതിപ്പോൾ ഇതിൻ്റെ അകത്തിരുന്ന് വീഡിയോ ചെയ്യണതിൻ്റെ മെയിൻ കേസ് വെച്ചാൽ നമുക്ക് പുറത്തിറങ്ങി ഇപ്പോൾ ഷൂട്ട് ചെയ്ത് തരാൻ വേറെ ആളില്ല. അപ്പം നമുക്ക് ഇതാണ് ഏറ്റവും ഒരു പിന്നെ നമ്മളിപ്പോൾ ഈ റിവ്യൂ എന്ന് ഉദ്ദേശിക്കുന്നത് അവരുടെ പേപ്പറിലുള്ള സ്പെക്കും അതും വെച്ചിട്ടുള്ളതല്ല, പ്രോപ്പർ ഒരു ഓടിച്ചിട്ടുള്ളൊരു ഡ്രൈവിംഗ് ഫീലും ബാക്കിയുള്ള കാര്യങ്ങളും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. ഇതിപ്പോൾ ആണെങ്കിൽ അത്യാവശ്യം ഒരു ഡ്രൈവേഴ്സ് കാർ എന്നുള്ള രീതിയിൽ തന്നെയാണ് വണ്ടി ഫുള്ളി ഡിസൈൻ ചെയ്തേക്കുന്നത്. അവിടെ ഒരു കാറ്റ് പിടിക്കുന്ന സെറ്റപ്പ് അങ്ങനത്തെ സാധനങ്ങളൊന്നും ഫുള്ളി എയറോഡൈനാമിക്കലി ഈ വണ്ടി കാണുമ്പോൾ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവുമല്ലോ. പിന്നെ ഈ 1.5 ലിറ്റർ എഞ്ചിന് അത്യാവശ്യം നല്ല ട്യൂണിങ് പൊട്ടൻഷ്യലുകളാണ് നമ്മൾ മുന്നേ പറഞ്ഞിട്ടുണ്ട്. കാരണം ഞാൻ ഇതിൻ്റെ ആൾക്കാർ അത്യാവശ്യം സ്റ്റേജ് 1 ഇത് പ്രൊഡ്യൂസ് ചെയ്യുന്ന പവറും കാര്യങ്ങളെല്ലാം ഇൻസ്റ്റാഗ്രാമിലാണല്ലോ ഇതിലൊക്കെ കണ്ടിട്ടുണ്ട്. ഇതുവരെ ഓടിക്കാനുള്ളൊരു അവസരം കിട്ടിയിട്ടില്ല ട്യൂൺ ചെയ്ത വണ്ടികളൊന്നും ഇത് വെർണയിൽ. അപ്പോൾ മാരക വ്യത്യാസം ഉണ്ടെന്നാണ് കാര്യം. കുറേയും ഈ ഡ്രാഗ് വീഡിയോകളും അതൊക്കെ കണ്ടിട്ടുണ്ട്. അപ്പോൾ അതെല്ലാം വെച്ച് മനസ്സിലാക്കിയത് പിന്നെ ഇതൊരു പൊട്ടൻഷ്യൽ എഞ്ചിനാണ്. കാരണം നമ്മൾ ആ 1 ലിറ്റർ മറ്റേ എൻലൈനിലെ പൊട്ടൻഷ്യൽ കണ്ടതല്ലോ, അതിനെ അത്യാവശ്യം പുഷ് ചെയ്യുന്നുണ്ട്. മോഡ്സ് ചെയ്യാനാണെങ്കിൽ അത്യാവശ്യം കാര്യങ്ങൾ ചെയ്യാം. മറ്റേ സ്ട്രൈറ്റ് പൈപ്പ് ചെയ്യാം, പിന്നെ ഈ പറഞ്ഞ ട്യൂൺ ഇടാം, നല്ലൊരു എയർ ഫിൽറ്റർ വയ്ക്കാം, കാര്യങ്ങൾ. പിന്നെ നല്ലൊരു അലോയ്സ് ഏതെങ്കിലും അപ്സൈസ് ചെയ്യാണ്ടോ അല്ലെങ്കിൽ അപ്സൈസ് ചെയ്തോ 1 ഇഞ്ചൊക്കെ ചെയ്തിട്ടൊന്നും വലിയ പ്രശ്നങ്ങളൊന്നും വരാനില്ല. പിന്നെ നല്ലൊരു ഡ്രോപ്പും കൊടുത്തു കഴിഞ്ഞാൽ കുറച്ചും കൂടെ ഇത് സ്റ്റെബിലിറ്റി കൂടാനും എല്ലാ കാര്യങ്ങളും അതൊക്കെ അടിപൊളിയാണ്. പിന്നെ ബ്രേക്സ് അപ്ഗ്രേഡ് ചെയ്യാം. അങ്ങനെ ഒത്തിരി പൊട്ടൻഷ്യൽ ഉള്ളൊരു വണ്ടി തന്നെയാണ്. കാരണം ചെയ്തില്ലെങ്കിലും ഇപ്പൊ തന്നെ നല്ല പൊട്ടൻഷ്യൽ ഉണ്ട് വണ്ടി. പിന്നെ ഇവിടുത്തെ ഇതിലൊക്കെ വെച്ച് നോക്കുമ്പോഴും പിന്നെ അതൊരു എന്തൂസിയാസ്റ്റുകളാണ് കൂടുതൽ കാണിക്കണ കാണാൻ. നോർമൽ യൂസ് ചെയ്യുന്ന ഒരാൾക്ക് അതിൻ്റെ ഒന്നും ഒരാവശ്യമില്ല. സ്റ്റോക്കിൽ തന്നെ കൊണ്ടു നടന്നാലും നമ്മൾ മടുക്കില്ല വണ്ടി. അതെ. പിന്നെ ഇതിൻ്റെ മെയിൻ ഒരു പ്രശ്നം എന്ന് പറഞ്ഞത് ഈ 1.5 ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ മൈലേജാണ്. കാരണം മൈലേജ് കിട്ടാൻ കുറച്ച് പാടായിരിക്കും. കാരണം വണ്ടി ഓടേണ്ട രീതിയിൽ ഓടണം. ഇപ്പോൾ ജെറ്റെ പോലും മൈലേജ് കിട്ടണമെങ്കിൽ 100 കിലോമീറ്റർ സ്പീഡിൽ പോയാലാണ് 6 ഗിയറിലിട്ട് പോയാലാണ് ജെറ്റയ്ക്ക് മൈലേജ് കയറി വരുള്ളൂ. 6 ഗിയർ നമുക്ക് എന്തായാലും കിട്ടുന്ന നടപടി ഇവിടെ എവിടെ ഇടാൻ പറ്റും? ഇവിടെ 80 പോലും മര്യാദയ്ക്ക് നമുക്കൊരു കോൺസ്റ്റന്റ് ആയിട്ട് പോകാൻ പറ്റത്തില്ല. അപ്പോൾ ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട്, ജെറ്റ തൃശ്ശൂർ ഹൈവേയിലേക്ക് കയറി ഒരു 80 കഴിയുമ്പോഴത്തേക്ക് വണ്ടി 16 എന്നൊക്കെ നേരെ 20-21 പോകാൻ ഒരു നിമിഷ നേരങ്ങൾ മതി. കാരണം ആ ഒരു സ്പീഡ് മെയിൻറ്റെയിൻ ചെയ്യാൻ ഈ വണ്ടി ഏകദേശം കേപ്പബിൾ. ഒരു 80 കിലോമീറ്റർ അല്ലെങ്കിൽ 90 കിലോമീറ്റർ സ്പീഡിലൊക്കെ പോയാലായിരിക്കും ഇതിൻ്റെ മൈലേജ് കിട്ടുള്ളൂ. കാരണം ഇത് 7 സ്പീഡാണ്. അപ്പോൾ ആ ഒരു രീതിയിൽ ആ റേഷ്യോയിലേക്ക് എത്തണം. അപ്പോൾ അതിനുള്ള സ്ഥലങ്ങളില്ലാത്തടത്തോളം കാലം ഇത് ടൗണിൽ ഉപയോഗിക്കുമ്പോൾ ഇതിന്
6-7 കിലോമീറ്ററൊക്കെയാണ് മൈലേജ് കാണിക്കുന്നത്. ഇപ്പം ഞാൻ എടുത്തപ്പോൾ 6 കിലോമീറ്ററാണ് മൈലേജ്. അപ്പോൾ അങ്ങനെയുള്ള കാര്യങ്ങൾ നോക്കുമ്പോൾ ഇത് ടൗണിൽ കൂടെ ഉള്ള ഉപയോഗം വെച്ച് നോക്കുമ്പോൾ ഇതിന് 6-7, ഞാൻ എടുത്ത പിന്നെ 6 കിലോമീറ്ററാണ് മൈലേജ്. ഇതിപ്പോൾ ഓടിച്ച് വന്നപ്പോൾ അത്യാവശ്യം സ്പീഡിലാണ് ഓടിച്ചത് എല്ലാം. ഇപ്പോൾ 10.4 കാണിക്കുന്നത്. സിറ്റി യൂസിന് ഞാൻ ഒരിക്കലും ഇത് സജസ്റ്റ് ചെയ്യില്ല. കൂടുതലൊരു ഹൈവേ യൂസ് ഒക്കെയാണ് നമുക്ക് എപ്പോഴും ഇത് നല്ലത്. കാരണം ഇതിൻ്റെ ഇപ്പോൾ ഓണർക്ക് കൂടുതലും സിറ്റി യൂസാണ് കൂടുതലുള്ളത്. ആളെപ്പോഴും പറയണേക്കാം മൈലേജ് തീരെ ചോക, വേറൊരു സ്കൂട്ടർ അല്ലെങ്കിൽ ഏതെങ്കിലും കൂടെ മേടിക്കണം, അല്ലെങ്കിൽ മൈലേജുള്ള അല്ലേ ഇതിന് വണ്ടി. കാരണം ഇത് പെട്രോളും കൂടെ, ഇന്നത്തെ പെട്രോളിൻ്റെ വിലയും എല്ലാം വെച്ച് നോക്കുമ്പോൾ ഭയങ്കര ശോകമാണ്. പക്ഷേ ഹൈവേയിലൊക്കെ കയറി കഴിഞ്ഞപ്പോൾ ആൾക്ക് 16 കിട്ടിയാന്നാണ് പറഞ്ഞത്. 16 അത്യാവശ്യം നല്ല ഡീസൻറ്റ് മൈലേജാണ്. പെട്രോൾ നമുക്ക് അങ്ങനെ ഒരു കോൺസ്റ്റന്റ് സ്പീഡിൽ തന്നെ നമുക്ക് മെയിൻറ്റെയിൻ ചെയ്ത് പോകാൻ പറ്റുമല്ലോ. പിന്നെ പാഡിൽ ഷിഫ്റ്റേഴ്സ് ഒക്കെ വരണ്ട, അതൊക്കെ ഇപ്പോൾ ബേസിക്കലി എല്ലാ വണ്ടികളും ഉണ്ട്, ഒന്നും എടുത്തു പറയേണ്ട കാര്യങ്ങളൊന്നുമില്ല. പിന്നെ ഫുഡ് പെഡൽസ് അത്യാവശ്യം നല്ല ഒരു സ്പോർട്ടി സാധനങ്ങളാണ്, അതും അത്യാവശ്യം കൊള്ളാം. ഇതിൽ എല്ലാ വേരിയൻറ്റിലും ഉണ്ടോയെന്ന് എനിക്കറിയത്തില്ല. സെഡാൻ വണ്ടികളാണ് പൊതുവെ തന്നെ ഇതിൻ്റെ അത്യാവശ്യം ബൂട്ട് സ്പേസ് അത്യാവശ്യം തന്നെ നല്ല രീതിയിലുണ്ട്. അതെല്ലാ സെഡാനുകളിലും ഒരുമാതിരി ഉണ്ട്, അതിനെടുത്ത് പറയേണ്ട അങ്ങനെ കാര്യങ്ങളില്ല. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും ചെറിയ ചെറിയ വ്യത്യാസങ്ങളൊക്കെ ഉണ്ടാവുന്നുള്ളൂ. ഇതിൻ്റെ സീറ്റിംഗ് കംഫർട്ട് എങ്ങനെയുണ്ട്? സീറ്റിംഗ് കംഫർട്ട് ഇവിടെ ഇരിക്കുമ്പോൾ ഈ സീറ്റ് വലിയ കുഴപ്പമില്ല, അത്യാവശ്യം കംഫർട്ടബിൾ ആണ്. ഭയങ്കര മാരകമായ എന്നുള്ള രീതിയിലൊന്നും പറയാനൊന്നുമില്ല, എന്നാലും സ്റ്റിൽ സൂപ്പറാണ് വണ്ടി. ഏകദേശം നമ്മൾ ആ ഓടിച്ച വിർച്ചസ് ആയിട്ട് വെച്ച് നോക്കുമ്പോഴും ഏകദേശം സെയിം തന്നെ ആണ് വരുന്നത്. വലിയ ഭയങ്കര മാറ്റങ്ങളൊന്നും ആ മോഡലിലും ഫാബ്രിക്കാ വന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ ലെതർ വന്നു കഴിയുമ്പോൾ എങ്ങനെ ഉണ്ടാവും എനിക്കറിയില്ല, എനിക്കത് അറിയത്തില്ല അതിനെപ്പറ്റി കൂടുതലായിട്ട്. നിനക്ക് കോ ഡ്രൈവറിലിരിക്കുമ്പോഴുള്ള സീറ്റിംഗ് കാര്യങ്ങൾ എങ്ങനെയുണ്ട്? കോ ഡ്രൈവറും അത്യാവശ്യം നല്ല സുഖമായിട്ട് തന്നെ തോന്നുന്നത്. പിന്നെ ഇവിടുത്തെ ആ റെസ്റ്റ് ഒക്കെ ആണെങ്കിലും ഈ സൈഡിൽ വരുന്നത് അങ്ങോട്ട് നല്ല, പക്ഷെ ഇവിടെ നല്ല ലെതറാ വരുന്നത്. അപ്പൊ അത് നല്ല വ്യത്യാസമുണ്ട്. ബുർച്ചസിൽ വരുമ്പോ ഇത് ലെതർ ഒന്നുമില്ല, പ്ലാസ്റ്റിക്കാ വരുന്നത്. ഓക്കെ, അത് ഞാൻ അത്ര ശ്രദ്ധിച്ചിട്ടുണ്ടായിരുന്നില്ല. അപ്പൊ ഇവിടെ കൈ വെക്കുന്ന ഭാഗം നല്ല ലെതർ ഫിനിഷ് വരുന്നുണ്ട്, നല്ല സുഖം. പിന്നെ ഇങ്ങോട്ട് അധികം കൈ വെക്കാറില്ല, പക്ഷെ ഇവിടെ വെച്ചപ്പോ വലിയ കുഴപ്പമില്ല വണ്ടി. പിന്നെ ബാക്ക് സീറ്റിലാണെങ്കിലും സെൻട്രൽ ടണലൊന്നും ഇല്ലാത്തതുകൊണ്ട് നല്ല രസമുണ്ട് ഇരിക്കാനൊക്കെ ആണെങ്കിലും, 3 പേർക്ക് സുഖമായിട്ട് ഇരിക്കാം. അതൊരു ഭയങ്കര ഗുണമാണ്. ജെറ്റയുടെ നടുക്കൊരു മതിയായ സാധനം ഇരിക്കണ കാരണം 2 പേർക്ക് ബാക്കിൽ കംഫർട്ടായിട്ട് ഇരിക്കാൻ പറ്റുള്ളൂ. മൂന്നാമതൊരാളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കൺജസ്റ്റഡ് ആയിരിക്കും, പിന്നെ കോംപ്രമൈസ് ചെയ്യേണ്ടി വരും മൂന്നാമതിരിക്കുന്ന ആള്. ഇപ്പൊ പുതിയതിന് ഇപ്പൊ എടുക്കാന്ന് പറഞ്ഞാൽ 2026 മോഡൽ ഇപ്പോഴത്തെയാണ് എടുക്കാൻ പറ്റുള്ളൂ. അതിന് എന്താ പ്രൈസിംഗ് എന്ന് എനിക്ക് കറക്റ്റ് അറിയത്തില്ല. എന്തായാലും ഈ പറഞ്ഞൊരു 20 ലക്ഷത്തിന്റെ പൊക്കത്തേക്കായിരിക്കും ഏറ്റവും ടോപ്പൊക്കെ വരുമ്പോൾ എങ്ങനെ വരും, എന്തായാലും വരും അത്. പിന്നെ ഹുണ്ടായുടെ വണ്ടികൾക്ക് അധികം ഭയങ്കര ഒരു റീസെയിൽ വാല്യൂ എനിക്കുള്ളത് പോലെ തോന്നാറില്ല. അത് എന്താ തോന്നിയേക്കണേ? അതെനിക്കും തോന്നിയിട്ടുണ്ട്. റീസെയിൽ വാല്യൂ കുറവാണ്, പക്ഷെ നമ്മൾ കംപ്ലൈൻറ്റ് നോക്കിയാൽ അങ്ങനെ ആരും അങ്ങനെ വലിയ കംപ്ലൈൻറ്റുകൾ പറഞ്ഞ് കേട്ടിട്ടുമില്ല. ഞാൻ റീസെയിൽ വാല്യൂ പറഞ്ഞു വെച്ചാൽ അപ്പോൾ യൂസ്ഡ് എടുക്കാൻ പറ്റുമല്ലോ, ആ ഒരു സജഷൻ കൊടുക്കാൻ വേണ്ടിയിട്ടായിരുന്നു. കാരണം അതായത് റീസെയിൽ വാല്യൂ കുറവാണെങ്കിൽ ഇവന്മാർക്ക് ഈ പുത്തൻ വണ്ടി പോയി മേടിച്ച് ഇത്രയും പൈസ കളയണേക്കാളും ഭേദം അത് നല്ലൊരു വണ്ടി നോക്കി 10,000-10,000 കോടി ഇതൊക്കെ കിട്ടാൻ എളുപ്പമാണ്. അപ്പം അങ്ങനെ നോക്കി ഇത് ഒരു സെക്കൻഡ് എടുത്താലും സ്റ്റിൽ ഒരു ബെറ്റർ ചോയ്സ് ആണ്. അതെ, ഇപ്പോൾ വെർട്ടസിനും വലിയ റീസെയിൽ വാല്യൂ ഒന്നും ഉള്ള പോലെ എനിക്ക് തോന്നാറൊന്നുമില്ല. ഓക്സിജൻ വണ്ടികൾക്ക് കുറവാണ് റീസെയിൽ വാല്യൂ. അപ്പോൾ പുതിയ തിരകളെക്കാളും ഭേദമാണ്. പിന്നെ അതൊക്കെ ഓരോരുത്തരുടെ പേഴ്സണൽ ചോയ്സുകളാണ്. ഞാൻ ജസ്റ്റ് ഒരു അഭിപ്രായം പറഞ്ഞു എന്നുള്ളൂ. ഞാനാണെങ്കിൽ എന്ത് ചെയ്യും എന്നുള്ള രീതിയിൽ. എല്ലാവരും ഇതുപോലെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. അതെ, ചിലവർക്ക് പുത്തൻ ഒരു വണ്ടി എന്ന് പറയുന്നത് എല്ലാവരുടെയും അത്രയ്ക്കും എന്താ ആഗ്രഹിച്ച് മേടിക്കുന്ന സാധനമായിരിക്കും. അപ്പോൾ ചിലവർക്ക് അത് ഷോറൂമിൽ നിന്ന് തന്നെ പുതിയത് മേടിക്കണം എന്ന് ആഗ്രഹമുള്ളവരുണ്ടാവും. അതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ വീട് കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ഒരു സൊസൈറ്റിയിൽ പിന്നെ കാണുന്ന ഒരു വണ്ടിയാണ്. അപ്പോൾ വണ്ടി അത്രയും ഇമ്പോർട്ടൻ്റ് ഉണ്ട് ഒരാളുടെ ലൈഫിൽ. റീലാ കാർ ഷുഡ് കം ബിഫോർ ദ ഹോം. അതെല്ലാവർക്കും പലർക്കും പല ഇതാണത്. അപ്പം ചിലവർ ശ്രദ്ധിച്ചിട്ടുണ്ടാകുന്നറിയില്ല, ചിലവർ വീടുകളിലേക്ക് വേണ്ടിയിട്ട് അത്രയധികം സ്പെൻഡ് ചെയ്യും. അത് ഒരാളുടെ ഇഷ്ടമാണ്. അയാളുടെ പൈസ എടുത്ത് ചെയ്യണമെങ്കിൽ വേറൊരാളുടെ അടുത്തും ചോദിക്കാൻ ചെല്ലുന്നില്ലെങ്കിൽ അത് നമുക്ക് അയാളുടെ ഇതിലൊന്നും പറയാനില്ല. അപ്പോൾ അതുപോലെ തന്നെയാണ് ഒരു കാറും. നിങ്ങൾ ആലോചിച്ചൊക്കെ ഒരു വട്ടം ഈ ഭൂമിയിൽ ജീവിക്കുന്നുള്ളൂ, ഇനി അടുത്ത വട്ടം ഏത് രീതിയിലാണ് ജീവിക്കണേന്ന് നീയൊക്കെ ഞാനുമൊക്കെ പുനർജനിക്കുമെന്നും ആ പുനർജനിതായിട്ട് ബന്ധം ഒന്നും അറിയില്ലാത്തവരാ. അപ്പോൾ ഇപ്പോൾ ഉള്ള കോൺഷ്യസ് ലെവലിൽ നമ്മൾ നിൽക്കുമ്പോൾ നമുക്ക് എന്താ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക എന്നുള്ളതുള്ളൂ. അതിലിപ്പോൾ ഓരോരുത്തർക്കും ഓരോ രീതിയായിരിക്കും. ഇപ്പോൾ ചിലവർക്ക് വണ്ടി മേടിക്കുന്നതായിരിക്കും ഇഷ്ടം, അപ്പോൾ അവരിഷ്ടമുള്ള വണ്ടി മേടിക്കട്ടെ. അപ്പോൾ ഇതിൻ്റെ ഓണർ ആൾക്ക് വെർണ തന്നെ വേണമെന്നായിരുന്നു, ആൾ വെർണ എടുത്തു. അതാണ് ഓരോരുത്തരുടെ ഇഷ്ടമുള്ള കാര്യങ്ങൾ ചെയ്യുക. ഇതിൻ്റെ അകത്ത് പോയി കൊണ അടിക്കാണ്ടിരിക്കുക. അങ്ങനെയാണ് കുറേ ആളുകളുടെ ഒരു സാധനം ഞാൻ പറഞ്ഞത്. അപ്പോൾ ഇതിന് മൈലേജ് ഉണ്ടോ, ആൾ ചിലപ്പോൾ മൈലേജ് ഒന്നും നോക്കിയിട്ടുണ്ടാവില്ല. ആളുടെ ഇഷ്ടമാണ് വെർണ എന്ന് പറഞ്ഞ വണ്ടി. അപ്പോൾ ആൾക്ക് മേടിക്കാൻ പറ്റുന്ന സാഹചര്യം വരുമ്പോൾ അയാൾ മേടിക്കുക.
അപ്പോൾ പിന്നെ മേടിക്കുന്നതിന് മുമ്പ് നമ്മുടെ ഫിനാൻഷ്യൽ കണ്ടീഷൻ ഒന്ന് നോക്കുക. അത് നമ്മളിപ്പോൾ ഒരു അഡ്വൈസർ പറഞ്ഞു. ഇപ്പം ഞാൻ പറയുന്ന സാധനം എടുക്കണം എന്ന് ഞാൻ ഒരിക്കലും പറയില്ല. അപ്പോൾ നിങ്ങളുടെ ഒരു ഫിനാൻഷ്യൽ കണ്ടീഷൻ നോക്കുക. അപ്പോൾ ഇതെന്ന് വെച്ചാൽ ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് അഡ്വൈസ് പറയാണ്ടിരിക്കണം എൻ്റെ ഇഷ്ടമാണ്. അപ്പോൾ നിങ്ങൾക്കത് എടുക്കാണ്ടിരിക്കണം. ഞാൻ പറയണതിൽ തെറ്റുണ്ടാവാം, ഞാൻ പറയണത് ചിലപ്പോൾ നിങ്ങൾക്കായിട്ട് റെസണേറ്റ് ചെയ്യണമെന്നുണ്ടാവില്ല. അപ്പോൾ അതൊക്കെ നിങ്ങളുടെ ഇഷ്ടം. പിന്നെ ഈ പറഞ്ഞ ഫിനാൻഷ്യൽ കണ്ടീഷൻ നോക്കുന്നത് എപ്പോഴും നല്ലതായിരിക്കും. കാരണം ഇത്രയുള്ള ഒരു വണ്ടിയാണ്, 7 കൊല്ലത്തേക്കുള്ളൊരു ബാധ്യതയാണ്. അത് നിങ്ങൾക്ക് നാളെ അത് ഓടിക്കുമ്പോൾ ഒരു ബാധ്യതയായിട്ട് തോന്നരുത്, ഏത് വണ്ടിയാണെങ്കിലും. പിന്നെ ഇന്നിപ്പോൾ നമുക്കൊരു വണ്ടീനെ പറ്റി അറിയണമെങ്കിൽ ഒരു പാടുമില്ല, ഇഷ്ടം പോലെ ഇൻഫർമേഷൻ എവിടെ വേണമെങ്കിലും കിട്ടും. അത്രയ്ക്ക് ഉണ്ട്. ഇൻ്റർനെറ്റിൽ തന്നെ നമ്മൾ നോക്കിയാൽ തന്നെ കിട്ടും. എത്ര തന്നെ റിവ്യൂ ചാനൽസും അങ്ങനെ എല്ലാം ഉണ്ട്. അപ്പോൾ നമ്മൾക്ക് തന്നെ ഒരു പ്രോപ്പർ റിസർച്ച് ചെയ്യുന്നതിന് ഒരു പാടുമില്ല. അപ്പം യൂട്യൂബിൽ തന്നെ കയറുവാണെങ്കിൽ അത്യാവശ്യം നല്ല ചാനലുകളുണ്ട്. ChatGPT, ജെമിനി ഇതൊക്കെ ഉണ്ട്. പക്ഷെ എന്നാലും അതിനെ ഫുള്ളി അങ്ങോട്ട് വിശ്വസിക്കാണ്ടിരിക്കുക. കാരണം അതുങ്ങളൊക്കെ എന്നെ പറയണത് എപ്പോഴും ഡബിൾ ചെക്ക് ചെയ്യേണ്ടി വരും. അതിൽ യൂട്യൂബിലാണെങ്കിലും നിങ്ങൾക്ക് നല്ലൊരു ചാനലുകൾ നോക്കി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇത്രയും ഇഷ്ടം പോലെ ഉണ്ട്. അപ്പോൾ ഓപ്ഷൻസ് ഇഷ്ടം പോലെയാണ്. അപ്പോൾ അതൊന്നും ഇന്നത്തെ കാലത്ത് ഒരു പാടുമില്ല. നമുക്കൊരു കാര്യം അറിയുന്നതിന് ഒരു പാടില്ല. പിന്നെ ആണെങ്കിലും ഇപ്പോൾ ഷോറൂമിൽ ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് ടെസ്റ്റ് ഡ്രൈവ് കിട്ടും. അതെ, ഒരു പാടുമില്ല. അപ്പോൾ നിങ്ങൾ ഓടിച്ചു നോക്കുക, നിങ്ങൾക്ക് ഇഷ്ടമായോ എന്ന് നോക്കുക. അങ്ങനെയൊക്കെ വെച്ചായിരിക്കണം വണ്ടി എടുക്കുക. വണ്ടി എന്ന് പറഞ്ഞാൽ എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനൊരാളോട് പറയും, എനിക്ക് അത്രയും അത് എൻ്റെ ഒരു ഇതിൽ നോക്കുകയാണെങ്കിൽ ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന കാര്യം വണ്ടിയാണ്. വണ്ടി കഴിഞ്ഞിട്ടുള്ളൂ അതിൻ്റെ താഴേക്ക് എന്തും. അപ്പോൾ ഞാൻ സംബന്ധിച്ചുള്ളത് ഞാൻ ആര് വണ്ടി മേടിക്കണമെന്ന് പറഞ്ഞാൽ ഞാൻ അതിൻ്റെ അത് കുറേ ഇൻവോൾവ് ആവുമെന്ന് പറഞ്ഞാൽ എനിക്ക് അത്രയും ബന്ധപ്പെട്ട അല്ലെങ്കിൽ അത്രയും വേണ്ടപ്പെട്ട ആളുകളുടെ കാര്യത്തിൽ മാത്രം. അല്ലാത്തടത്ത് ഞാൻ പോയി മറ്റേ നീ അത് മേടിക്കണം നീ ഇത് മേടിക്കണം എന്ന് പറയില്ല. ഞാൻ പറഞ്ഞ 1.5 ടർബോ പെട്രോൾ അത്യാവശ്യം കാല് കൊടുക്കണം എന്ന് വിചാരിച്ചാൽ എന്ത് കയറി പോകണമെന്ന് ഒരു പാടുമില്ല. ചാമ്പി നിൽക്കും വണ്ടി, ഒരു പ്രശ്നമില്ല. അത്യാവശ്യം കൈ തന്നെയാണ് വണ്ടി. ഇത് കുലുങ്ങണത് ഒന്ന് ക്ഷമിക്കുക, കാരണം വേറെ വഴിയില്ല. നമ്മൾ റോഡാണ്, അല്ലെങ്കിൽ വല്ല ഗോപ്രോയൊക്കെ സെറ്റ് ചെയ്യേണ്ടി വരും നമുക്ക് ഇത് കുലുങ്ങാണ്ടൊക്കെ നിൽക്കണമെങ്കിൽ. പിന്നെ ഇവിടുത്തെ റോഡുകളും അറിയാലോ. അപ്പം മൺഡേ ടു ഫ്രൈഡേ ഫുള്ളി ഒക്യുപ്പൈഡ് ആണ് നമ്മൾ. അപ്പോൾ അത് കഴിഞ്ഞിട്ടുള്ള ഒരു സാറ്റർഡേ സൺഡേയിലാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ കാര്യങ്ങളെല്ലാം മാറ്റി വെച്ചിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പം നമ്മുടെ ഒരു പേഴ്സണൽ ഇഷ്ടമുള്ളത് കൊണ്ട് മാത്രമാണ് നമ്മളിത് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് ഞങ്ങൾക്ക് മുമ്പോട്ട് പോകാനുള്ള ഒരു ഇത്. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാണെങ്കിലും ഇഷ്ടം അല്ലെങ്കിൽ എന്താണ് ഇതിൻ്റെ അകത്ത് മാറ്റം വരുത്തേണ്ടത് എന്തും നിങ്ങൾക്ക് ഓപ്പൺലി പറയാം. മറ്റേ ചുമ്മാ ചാമ്പി കമൻറ്റാണ് നമ്മൾ കമൻറ്റ് ചെയ്യും, അത് നമ്മൾ മൈൻഡേ ചെയ്യുന്നില്ല. ഒറിജിനൽ കമൻറ്റ്സ് നമുക്ക് അത്യാവശ്യം വിർട്ടസിൻ്റെ വീഡിയോയിലാണെങ്കിലും കുറേ ആളുകൾ അത് പ്രോപ്പറായിട്ടുള്ള കാര്യങ്ങൾ പറയുന്നുണ്ടായിരുന്നു. മറ്റേ സ്ലാവിയയിലെ സസ്പെൻഷൻ ഭയങ്കര സോഫ്റ്റ് ആണ് വിർട്ടസായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഫാമിലി ഡ്രൈവ്സിന് അത് കൂടുതൽ ബെറ്ററാണ്. അത് അത്യാവശ്യം കറക്റ്റായിട്ടുള്ളൊരു കാര്യങ്ങളാണ്. അതുപോലെ എന്താ അവർ കുറേ 1 ലിറ്ററിൻ്റെ ആണെങ്കിലും കാര്യങ്ങളും എല്ലാവരും ഇതിൽ എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ടായിരുന്നു കമൻസിലൂടെ. അപ്പോൾ നിങ്ങൾക്കും ഈ വെർണ ഉപയോഗിക്കുന്ന ആളുകളോ അല്ലെങ്കിൽ ഹുണ്ടായി വണ്ടികളുടെ ഒരു ജീനിനെ പറ്റിയൊക്കെ നിങ്ങൾക്ക് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്കും അത് ഒരു സപ്പോർട്ടാണ്. അപ്പോൾ നമുക്കൊരു അടുത്ത വീഡിയോ ചെയ്യാനുള്ളൊരു ഇൻസ്പിറേഷൻ എപ്പോഴും ഉണ്ടാവും. അതെ, നമുക്കാണെങ്കിലും പഠിക്കാനായിട്ടൊരു ഓപ്പർച്യൂണിറ്റി ആവാൻ. അതെ, അപ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ മോഡലല്ല, പഴയ മോഡൽ പറഞ്ഞ് ഉപയോഗിച്ചവരാണെങ്കിലും അവരുടെയൊക്കെ ഒരു യൂസർ എക്സ്പീരിയൻസ് കമൻറ്റ് ചെയ്യുവാണെങ്കിൽ നമുക്കും കൂടുതൽ അറിയാൻ പറ്റും. നമുക്കിപ്പോൾ എല്ലാ വണ്ടിയും നമുക്ക് ഓടിച്ച് നോക്കാനായിട്ട് കിട്ടണമെന്നില്ല. അപ്പോൾ അങ്ങനെ ഓടിച്ചവരുടെ ഒരു അനുഭവം കിട്ടുവാണെങ്കിൽ നമുക്കും അത് ഹെൽപ്ഫുള്ളായിരിക്കും. അപ്പോൾ അങ്ങനെയൊക്കെ വെച്ച് നോക്കുമ്പോൾ എന്താ വലിയ തലവേദന ഇല്ലാത്തൊരു ആരും ഈ പറഞ്ഞ സർവീസിന് കുറ്റങ്ങളൊന്നും പറയണ എവിടെയും കേട്ടിട്ടില്ല. കാരണം ബാക്കി ചില ബ്രാൻഡ്സുകളൊക്കെ വെച്ച് നോക്കുമ്പോൾ സർവീസിൻ്റെ ഭാഗത്തേക്ക് അങ്ങനെ ആരും പറയണ കേട്ടിട്ടില്ല. പിന്നെ വണ്ടിയും പറഞ്ഞ മാരക പണികളൊന്നും ഈ DCT ഗിയർ ബോക്സ് എനിക്കൊന്ന് വേറെയും ഇവരുടെ ഹുണ്ടയിൽ വരുന്നുണ്ട്. അതിലും അങ്ങനെ ഒരു പ്രശ്നങ്ങൾ വരാം. ഇത് മെഷീൻസാ, ഇപ്പം അത് വരില്ല എന്നൊന്നും ഉറപ്പൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ സ്റ്റിൽ ഇതൊരു ആവറേജ് സാധനമാണ് നമ്മൾ പറയുന്നത്. അപ്പം അങ്ങനെ വെച്ച് നോക്കുമ്പോൾ സ്റ്റിൽ വണ്ടി വലിയ പ്രശ്നങ്ങളൊന്നും ആരും പറയാനായിട്ടില്ല. പിന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ഈ ഇവിടെയുള്ളത് വെച്ച് നോക്കുമ്പോൾ പവറും കാര്യങ്ങളിലൊന്നും ഒരു കോംപ്രമൈസ് ഒന്നുമില്ല. അത്യാവശ്യം പവറും നല്ല സുഖമൊക്കെ. ഞാൻ DST ആയിട്ട് കമ്പയർ ചെയ്യുമ്പോൾ എന്നുള്ള രീതിയിലാണ് പറഞ്ഞത്. പക്ഷേ അതല്ലാണ്ട് നോക്കുമ്പോൾ എന്താ ഷിഫ്റ്റിങ്ങിലൊന്നും എവിടെ ഒരു ലാഗോ ഒന്നും അങ്ങനെ ഫീൽ ചെയ്യുന്നൊന്നുമില്ല. പിന്നെ ഈ പറഞ്ഞ സ്റ്റിയറിങ്ങിൻ്റെ റെസ്പോൺസ് ആണെങ്കിൽ അത്യാവശ്യം ഉണ്ട്. സ്റ്റിയറിംഗ് അത്യാവശ്യം ലൈറ്റാണ്, ലൈറ്റ് വന്നുള്ള ഹുണ്ടായുടെ എപ്പോഴും നല്ലതെന്ന് പറഞ്ഞാൽ സ്റ്റിയറിംഗ് നല്ല സുഖമായിരിക്കും. അത് i20 ഒക്കെ ഓടിക്കുമ്പോഴാണെങ്കിലും ഭയങ്കര സ്മൂത്തായിരിക്കും സ്റ്റിയറിംഗ് വരുന്നത്. പിന്നെ അവരാണെങ്കിലും എവിടെയും ഇങ്ങനെ ഒരേ ഷേപ്പിൽ തന്നെ നിർത്താണ്ട് അവരൊരു മാറ്റം വരുത്തിയാണ് ഈ ഒരു വെർണയുടെ ഷേപ്പിലേക്ക് വന്നത്. ഇനി ചിലപ്പോൾ ഇത് കുറച്ച് നാൾ കഴിയുമ്പോഴായിരിക്കും നമുക്ക് ഭയങ്കരമായിട്ടൊരു ഇഷ്ടം വരുന്നത്. അപ്പോൾ പുതിയതിന് എനിക്ക് ആ സ്പോയിലർ അത്ര ഇഷ്ടമായിട്ടില്ല. പക്ഷെ അതിനകത്ത് കുറേ ഫീച്ചേഴ്സ് അവർ കൊണ്ടുവന്നിട്ടുണ്ട്. അഡാസി തന്നെ ലെവലിൽ എന്തോ മാറ്റം വരുന്നിട്ടുണ്ട് ഏറ്റവും ടോപ്പിലേക്ക് വരുമ്പോൾ. പിന്നെ വെന്റിലേറ്റഡ് സീറ്റിൽ എനിക്ക് തോന്നുന്നു അപ്പുറത്തെ കോ ഡ്രൈവർക്കും ഉണ്ടെന്ന് തോന്നുന്നു പുതിയതിൽ. പിന്നെ ഞാൻ പറഞ്ഞില്ലേ ആ പുറകിലത്തെ ഒരു ലിമോ ഓപ്ഷൻ, ഏറ്റവും പുറകിലത്തെ സീറ്റ് പുറകിലെടുക്കുന്നവർക്ക് ഈ കോ ഡ്രൈവറിൻ്റെ സീറ്റ്
മുന്നിലേക്ക് ഏറ്റവും തള്ളിയിടാം. ഓക്കെ. അപ്പോൾ ഈ എന്താ ഈ ക്യാബൊക്കെ ഓടിക്കണ പോലെയുള്ളവർക്കൊക്കെ ആണെങ്കിലും ഇത് ഏറ്റവും ഫ്രണ്ടിലേക്ക് ഇട്ട് കഴിഞ്ഞാൽ പുറകിൽ അത്യാവശ്യം നല്ല സീറ്റിൻ്റെ ലെഗ് സ്പേസ് കിട്ടും. ഓക്കെ. അപ്പോൾ പിന്നെ ഇതിലാണെങ്കിലും ഈ പുതിയൊരു സ്റ്റിയറിംഗ് വീൽ കൊടുക്കുക, സാധനങ്ങളെല്ലാം അത്യാവശ്യം കൊള്ളാം. വണ്ടി അങ്ങനെ വേറെ അങ്ങനെ മാരകമായിട്ട് കുറ്റം പറയാനായിട്ടൊന്നും തോന്നുന്നൊന്നുമില്ല. നല്ലൊരു വണ്ടിയുണ്ട്, നല്ലൊരു ഫാമിലി കാർ. അല്ല അതെ അതെ, നല്ലൊരു ഫാമിലി കാറുമാണ്, എന്തൂസിയാസ്റ്റിക്കുമാണ്. അത്യാവശ്യം നിങ്ങൾക്ക് കയറി കഴിഞ്ഞാൽ ഒരു പൊളിക്കണേനോ ഒന്നും ഒരു പാടില്ല. പറഞ്ഞ മൈലേജിലാണ് ഒരു പ്രശ്നം പറയുന്നത്, അത് സിറ്റിയിലാണ് എനിക്ക് തോന്നുള്ളൂ. കാരണം ഞാനിപ്പോൾ അത്യാവശ്യം ഭയങ്കര പതിയൊന്നും അല്ല ഓടിച്ചേക്കണം, അത്യാവശ്യം നല്ല കാലുകൊടുത്ത് തന്നെ ഓടിച്ചേക്കുന്നത്. അതിടയ്ക്ക് സ്പോട്ടിലിട്ട് ഓടിച്ചായിരുന്നു. കൂടുതലും മറ്റേ നോർമൽ 3 മോഡാണ് അതിൻ്റെ അത് കാണിക്കുന്നത്, എക്കോ, നോർമൽ, സ്പോർട്ട് എന്നും പറഞ്ഞിട്ട്. അപ്പോൾ നോർമൽ ഇപ്പോൾ സ്പോട്ടിലിട്ട് ഓടിക്കണത്തേക്കും മൊത്തം റെഡ് ഒരു സംഭവങ്ങളൊക്കെ വന്ന് അതും കൊള്ളാം. പിന്നെ എനിക്കും കുറച്ചുകൂടെ അനലോഗ് മീറ്റേഴ്സാണ് എപ്പോഴും ഇഷ്ടം. കുറച്ചുകൂടെ ഇതിലേക്ക് വന്നു, കാലം മാറുന്നതനുസരിച്ചുള്ള മാറ്റങ്ങളാണ് അതൊക്കെ. ഫുള്ള് ഡിജിറ്റലാണ് എല്ലാ കാര്യങ്ങളും. അതിപ്പോൾ എല്ലാ വണ്ടികളിലും RPM ഒക്കെ ഇത് ഫുള്ള് അവിടെ തന്നെ കാണാൻ പറ്റുള്ളൂ, മറ്റേ പാടൊന്നും പറ്റില്ല എത്ര RPM എന്നുള്ളതൊക്കെ. പക്ഷെ നീഡിൽ കറങ്ങണത് ഒരു രസം. അതൊക്കെ ബോക്സ് തന്നെ അവിടെ വന്ന് കഴിഞ്ഞാൽ ഒറ്റയാണ് ചാമ്പണത്, മാറി അടിക്കണൊക്കെ നല്ല രസം അത് കാണാൻ. പിന്നെ ഗിയർ ഒന്ന് ഷിഫ്റ്റ് ചെയ്യുമ്പോൾ ഒന്ന് താഴേക്ക് വന്നിട്ട് വീണ്ടും അത് ഭയങ്കര രസം, ഒറ്റ പോക്ക് പോണത്. അത് മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങളാ. പക്ഷെ അതൊക്കെ ഭയങ്കര നമുക്കൊരു ഫീല് കൂടുതൽ തരുന്ന കാര്യങ്ങളാ. അപ്പോൾ ഇതിലും പിന്നെ ഈ ഗിയറിന്റെ നോബ് ഭയങ്കര രസം. ഈ ഓട്ടോമാറ്റിക്കിന്റെ ഇതില് മറ്റേ ചില DQT കൊണ്ടൊക്കെ ചെറുതാ, ഇതിന്റെ ചെയ്യണ അത്യാവശ്യം ഒരു നല്ല രസമുണ്ട് കാണാനും പിടിക്കാനാണെങ്കിലും. കുഴപ്പമൊന്നുമില്ല. പിന്നെ വേറെയും കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്ത് അത്യാവശ്യം പിന്നെ ഇതിൽ ഇവർക്കൊരു ബ്ലൂ ലിങ്ക് എന്ന് പറഞ്ഞിട്ടൊരു ആപ്പ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ അകത്ത് വെച്ചിട്ട് നമുക്ക് കാര്യങ്ങളൊക്കെ സെറ്റ് ചെയ്യാൻ പറ്റും. നമ്മുടെ വണ്ടി ഓണാക്കാം, AC ഓണാക്കി ഇടാം, പിന്നെ നമ്മുടെ സർവീസിൻ്റെ കാര്യങ്ങൾ, അങ്ങനെയുള്ള കുറേ കേസുകളൊക്കെ. ടെക്നോളജി ഭയങ്കര അഡ്വാൻസ് ആയവരുടെ. കോർണറൊക്കെ എടുക്കണമെങ്കിലാണെങ്കിലും നല്ല രസമുണ്ട്. വലിയ പാടൊന്നുമല്ല, വലിയ കാര്യമായിട്ടൊന്നും ഫീൽ ചെയ്യുന്നില്ല, കയ്യിൽ നിന്നൊന്നും പോകണമെന്ന്. സെറ്റ് തന്നെ അത്യാവശ്യം നല്ല രീതിയിലുള്ള ബ്രേക്കിംഗ് ആണെങ്കിലും. ഞാൻ ആ മറ്റേ റോഡിൽ ഓടിച്ചപ്പോൾ അത്രയും തോന്നില്ല, പക്ഷേ ഈ റോഡിലേക്ക് വന്നു കഴിയുമ്പോൾ ക്വിക്കായിട്ട് തന്നെ വണ്ടി, വലിയ പാടൊന്നുമില്ല, അത്യാവശ്യം സെറ്റാണ് വണ്ടി. അപ്പോൾ പാഡിൽ ഷിഫ്റ്റ് ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയാൽ സെറ്റാ. കോർണേഴ്സ് ഒന്നും ഒരു പോകുന്നൊന്നുമില്ല, കയ്യിൽ നിന്നൊന്നും പോകുന്നില്ല. സെറ്റാ വണ്ടി. എവിടെ നിന്ന് എനിക്ക് തോന്നുന്നു ഒരു ഇരുത്തത്തിന്റെ എല്ലാം ഉണ്ട്. കുറച്ചുകൂടെ പ്ലാന്റഡ് ആയിട്ട് ഇത് കുറച്ചുകൂടെ ഒരു നല്ല റോഡ് കിട്ടിയപ്പോഴാണ്. മറ്റേ റോഡിൽ ഓടിക്കുമ്പോൾ എനിക്ക് ചെറുതായിട്ട് അത് റോഡും ചെറുതാന്നു, അപ്പോൾ അധികം സ്പീഡിൽ നമുക്ക് ഓടിക്കാനും പറ്റില്ല. കൊള്ളാം, എനിക്കിഷ്ടമായിട്ട് വണ്ടി. ഇപ്പോൾ ഇത് ഓടിച്ചു കഴിഞ്ഞപ്പോൾ ഞാൻ ഈ വണ്ടി ആളുടെ ഉണ്ടെങ്കിലും എനിക്ക് അവിടെ വെച്ച് ഞങ്ങൾ എറണാകുളത്ത് ഒരുമിച്ചുള്ളപ്പോഴും അവിടുത്തെ ആ റോട്ടിൽ കൂടെ ഞാൻ ഓടിക്കാൻ നിൽക്കാനാണ്. അത് ഓടിക്കണേക്കാളും സൈഡിലിരിക്കണതാ. ടൈറ്റ് റോട്ടിൽ കൂടെ ഓടിച്ചാൽ മൂന്നാറ് പോയി കഴിഞ്ഞാൽ പേട്ടയ്ക്കാന്നല്ലേ ആ ഗ്യാപ്പ് റോഡ് ഒന്ന് കയറിയത്. അത് പോയി കഴിഞ്ഞാൽ ചിലപ്പോൾ ഒരു പൂശാൻ പറ്റുമായിരിക്കും. ഇപ്പോൾ ഈ ഒരു പേട അടിച്ചപ്പോൾ 10.9 ആയി. മൈലേജ് പിന്നെ ഇതിൻ്റെ അകത്ത് നോക്കിയിട്ട് കാര്യമില്ല. ഫസ്റ്റ് ഇയേഴ്സ് ഇത്രയും പെർഫോമൻസ് തരുന്നൊരു വണ്ടിയാണ്. അതിൻ്റെ അകത്തേക്ക് നമ്മൾ പക്ഷേ മൈലേജ് സ്റ്റിൽ ഒരു ഫാക്ടറാണ്. നമ്മളിതൊരു നമ്മുടെ ഡെയിലി ഡ്രൈവർ ആവുമ്പോൾ ആളുടെ ഡെയിലി ഡ്രൈവറാണിത്. ഞാൻ ആളോട് പറയുന്നുണ്ട് സ്റ്റേജ് കൊണ്ട് അടിക്കാം. ആൾ ചോദിക്കണം ഒറ്റ കേസ് എൻ്റെ അടുത്ത് മൈലേജ് കൂടുക, മൈലേജ് കൂടുക. പറയണം മൈലേജിൽ മാറ്റം വരാം, കൂടാം മര്യാദയ്ക്ക് ഓടിച്ച് ചെയ്യുമ്പോൾ. ഇത് 160 150 HP കിട്ടുമായിരിക്കും. 150 HP കിട്ടിക്കഴിഞ്ഞാൽ ഇത് പക്ഷേ 150 HP പുള്ളിയുടെ കണ്ടീഷനിൽ പാടായിരിക്കും. കാരണം ഡെയിലി എറണാകുളത്തേക്ക് സിറ്റി ട്രാഫിക്കിൽ ഓടിക്കുന്ന ഒരാൾക്ക് ഇതിന് TCU ടൂൺ ഉണ്ടോയെന്ന് എനിക്ക് കാര്യമായിട്ട് അറിയത്തില്ല കേട്ടോ. അത് അറിയാമെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്ത് തരാം. പിന്നെ ഈ പറഞ്ഞ പോലെ തന്നെ ഒരു 180 HP, എനിക്ക് തോന്നുന്നു 250 280 തന്നെ ഒക്കെ കിട്ടുമായിരിക്കും. 280 300 കറക്റ്റ് അറിയത്തില്ല ഫിഗേഴ്സ്. പക്ഷേ ഒരു ഡ്രോപ്പും നല്ലൊരു ബ്രേക്ക് അപ്ഗ്രേഡും ചെയ്ത് കഴിഞ്ഞാൽ പെട വണ്ടി ഒന്നും പറയാനില്ല, സെറ്റാ അത്യാവശ്യം. പക്ഷെ അധികം ആൾക്കാർ ഇതിനകത്തേക്ക് അങ്ങനെ ചെയ്യണ കുറേ കാണുന്നില്ല വണ്ടിയിൽ എടുത്തിട്ടേ. അതൊന്നാമത്തെ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തൂസിയാസ്റ്റിക് ലെവലിൽ ഉള്ളവർ കൂടുതലും ജർമ്മനിലേക്കായിരിക്കും പോകുന്നത്. അപ്പം അങ്ങനെ ഒരു വ്യത്യാസം ഉണ്ടല്ലോ. അപ്പം ഈ പോളോ 1.5 ഡീസൽ എടുത്ത് ചെയ്യണേക്കാളും ചെയ്യണവരുണ്ട്. പക്ഷെ അതേ സമയത്ത് എനിക്ക് ഭയങ്കരമായിട്ട് തോന്നിയേക്കാണ് ഫോർഡ് ഫിഗോ ഇല്ലേ,
ആ മോഡൽ. അത് ഏതാ എൻ്റെ കറക്റ്റ് പേര് എനിക്കറിയില്ല, പക്ഷെ അതെടുത്ത് ചെയ്ത് കഴിഞ്ഞാൽ സെറ്റാ വണ്ടി. ഫോർഡ് ഫിഗോ 1.5 100 HP വരുന്നേ. മനസ്സിലായി. അപ്പോൾ ആ വണ്ടി ഒത്തിരി ഇതുള്ളത് ട്യൂണിംഗ് പൊട്ടൻഷ്യലുള്ള വണ്ടിയാണ്. ആ ഒരു സെറ്റപ്പിലാണ്. കാരണം എനിക്കിത് ഇപ്പോൾ ആ കൊറോണ നടത്തിട്ട് എനിക്ക് പോയേ ഇല്ല കയ്യിൽ നിന്ന്. എനിക്കാണെങ്കിലും വലിയ ഫീൽ ചെയ്തില്ല വണ്ടി കൊള്ളാം. ഒരു ഒലച്ചിലോ അങ്ങനെ ഇതൊന്നും തോന്നുന്നില്ല. അപ്പോൾ നമ്മൾ ഓൾമോസ്റ്റ് എല്ലാ കാര്യങ്ങളും പറഞ്ഞു എന്നാണ് തോന്നുന്നത്. വേറെ എന്തെങ്കിലും കൂടുതൽ അറിയാനുണ്ടെങ്കിൽ നിങ്ങളൊന്ന് കമൻറ്റിൽ ഡ്രോപ്പ് ചെയ്യുക. ഫർദർ നമ്മുടെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും കൂടുതൽ ഇമ്പ്രൂവ് ചെയ്യാനുണ്ടെങ്കിൽ അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ നിങ്ങളതൊന്ന് കറക്റ്റ് ചെയ്യുക. നമ്മളും ഇത് പുതിയ പുതിയ കാര്യങ്ങൾ പഠിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടാണ് നമുക്ക് ഏറ്റവും വലുത്. അപ്പോൾ നമ്മൾ ഇനിയിപ്പോൾ നമ്മുടെ ഡ്രൈവ് ഒന്ന് കണ്ടിന്യൂ ചെയ്യുകയാണ്. ഒരു ഓപ്പൺ റോഡ് കിട്ടിയിട്ടുണ്ട്, നമുക്കൊന്ന് കാല് കൊടുത്ത് നോക്കാം. അപ്പോൾ ഓക്കെ, ഞങ്ങളുടെ ഡ്രൈവ് കണ്ടിന്യൂ ആയിട്ടെ. അപ്പോൾ എല്ലാവർക്കും ബൈ.